Good morning, all. Good morning, ma'am. Good morning. Good morning, ma'am. Okay, good morning. So, പുതിയ ക്ലാസ് ആണ്. എല്ലാവരും വ്യത്യസ്ത ഡിസ്ട്രിക്റ്റിൽ നിന്നൊക്കെ വന്നിരിക്കുന്നവരാണ്. സോ നമ്മള് ക്ലാസ് എടുക്കുമ്പോഴൊക്കെ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചു പോവുക. നമ്മുടെ ലാംഗ്വേജ് ഒക്കെ ചിലപ്പോൾ പറയും അല്ലെ, ഇത്തിരി സ്പീഡ് കൂടുതലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം, വീണ്ടും വീണ്ടും പറയേണ്ടത് എന്തെങ്കിലൊക്കെ. ഓക്കെ, ഓൺലൈൻ ക്ലാസ്സിലൊക്കെ അറ്റൻഡ് ചെയ്തവരാണോ? ഏതെങ്കിലും ഓൺലൈൻ ക്ലാസ്? ഓക്കെ, നമ്മുടെ ഇവിടെ പഠിച്ചിട്ടുള്ളവരുണ്ടോ? മാസ്റ്ററിയില് പഠിച്ചിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടോ? വേറെ ഏതെങ്കിലും കോഴ്സുകളൊക്കെ ആയിട്ട്? ഇല്ല, പ്രത്യേകിച്ച് ഇല്ല. ഓക്കെ, എന്റെ പേര് അപ്പോൾ നിങ്ങൾക്ക് പരിചിതമായിരിക്കില്ല. എന്റെ പേര് സോളി. ഓക്കെ, നമുക്ക് എന്തായാലും ക്ലാസ് എടുക്കുന്ന ഈ സ്റ്റാർട്ടിങ് ടൈമിലൊക്കെ ഒന്ന് എന്താ പറയാ മ്യൂട്ട് ആക്കിയിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ക്ലാസ് തുടങ്ങി കഴിയുമ്പോൾ നമ്മൾ ഓൺ മ്യൂട്ട് ആക്കും. കാരണം മറ്റൊരാൾക്കും ഡിസ്റ്റർബ് ഇല്ലാതിരിക്കത്തക്ക വിധത്തിലാവാൻ വേണ്ടിയിട്ടാണ്. റെക്കോർഡ് ക്ലാസ് എടുക്കുന്ന പേഴ്സൺസിനാണെങ്കിലും അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ലാസ്റ്റ് 10 മിനിറ്റ്സ് വീണ്ടും അൺമ്യൂട്ട് ആക്കും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഓപ്പൺ ആയിട്ട് തന്നെ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. അതെല്ലാം ക്ലാസ് എടുക്കുന്ന ടൈമിലാണെങ്കിലും നമ്മൾ ക്ലിയർ ആണോ അല്ലയോ എന്നൊക്കെ തിരക്കിയിട്ട് അതിനനുസരിച്ചിട്ട് മെസ്സേജ് കണ്ടിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ. സോ ആ ടൈമിലൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് ഷെയർ ചെയ്യാം. ഓക്കെ, ഓക്കെ, എല്ലാവരും എന്താ പറയാ എറണാകുളം ഡിസ്ട്രിക്റ്റുകാരാണോ കൂടുതലും? പാലക്കാട് ഉണ്ട് മാം. പാലക്കാട് ഉണ്ട്, തൃശ്ശൂരുണ്ട് മാം. തൃശ്ശൂര്, ഖത്തറിലുണ്ട് മാം. ഓക്കെ ഓക്കെ, അപ്പൊ പല പല ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് ഉള്ളവരുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ എന്തായാലും നമുക്ക് ഒന്നിച്ച് ഗ്രൂപ്പായിട്ട് തന്നെ മുന്നോട്ട് പോവാം. കാസർഗോഡ് ഉണ്ട്, കോഴിക്കോട് ഉണ്ട്, തിരുവനന്തപുരം ഉണ്ട്. ഓക്കെ, എല്ലാ ഡിസ്ട്രിക്റ്റിലുള്ളവരോടും നമ്മളോടൊപ്പം തന്നെയുണ്ട്. സോ ഒന്നിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാം. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ഒക്കെ ചെയ്യുക. ഓക്കെ, ക്ലാസ്സുകളൊക്കെ വളരെ എന്താ പറയാ സ്പീഡ് നിങ്ങൾക്ക് മനസ്സിലാവുന്നു. വയനാട് വരെയും അല്ലെ? ഓക്കെ, വ്യത്യസ്തമായിട്ട് കോട്ടയം ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ പെടാത്തവരാരെങ്കിലും ഉണ്ട്? ഈ 14 ഡിസ്ട്രിക്റ്റ് അല്ലെ, അവരില്ലാത്ത എല്ലാ ഡിസ്ട്രിക്റ്റും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഒരു നല്ല ഗ്രൂപ്പ് ഓഫ് വിങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോ എല്ലാവർക്കും എന്താ പറയാ പുതിയ കോഴ്സിലേക്ക് വെൽക്കം ചെയ്യാണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത് എന്താ പറയുക ഹ്യൂമൻ റിസോഴ്സ് അല്ലെ, ഇൻട്രൊഡക്ഷൻ ഹ്യൂമൻ റിസോഴ്സ് തന്നെയാണ് സ്റ്റാർട്ട് വരുന്നത്. ഓക്കെ, എല്ലാവരുടെ പേരുകളൊന്നും എനിക്ക് ഓർമ്മയിൽ നിൽക്കില്ല, കാരണം നമ്മൾ ഒന്നിച്ച് കണ്ടു പോകുന്നില്ല. എങ്കിൽ കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോ ഓട്ടോമാറ്റിക്കലി അതൊക്കെ ക്യാച്ച് ചെയ്ത് പോകുന്നുള്ളൂ. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എല്ലാ കാര്യങ്ങളൊക്കെ എന്തായാലും മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടാവും. സോ അത് അനുസരിച്ചിട്ട് തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ക്ലാസ്സിലെ ഡൗട്ടുകൾ നമ്മൾ എടുക്കുന്ന പോർഷൻസിന്റെ ഡൗട്ടുകളൊക്കെ നമ്മൾ തന്നെ ക്ലിയർ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കാം. ഫസ്റ്റ് ഡേയിൽ എടുക്കുന്നത് അല്ലെ, ആ ഡേ തന്നെ പരമാവധി ക്ലിയർ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്കുകൾ കിട്ടി കാണുമില്ലായിരിക്കും അല്ലെ? കുറച്ചു പേർക്കൊക്കെ ആയിരിക്കും കിട്ടിയിരിക്കുന്നത്. ആണോ? എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടോ? ഇല്ല, കിട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ട് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവും. എങ്കിലും കുഴപ്പമില്ല. പരമാവധി എന്താ പറയാ നമുക്ക് എത്രയും പെട്ടെന്ന് ടെക്സ്റ്റ് ബുക്ക് കിട്ടുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം ക്ലാസ് എടുക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അതിലൊക്കെ നോക്കി ചോദിക്കാനായിട്ടും, അല്ലെങ്കിൽ അവിടെ തന്നെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് അല്ലെ നോട്ട് ചെയ്തൊക്കെ പോകേണ്ട പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഒരു നോട്ട്സ് ഒന്നും ഉണ്ടാവില്ല. ഇത് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നോട്ട് ചെയ്യാനുള്ള പോയിന്റ്സുകളൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്യാം. നമ്മൾ പറയുന്നത് അനുസരിച്ചിട്ട് നിങ്ങൾ അത് അണ്ടർലൈൻ ചെയ്ത് പോവുകയും
അല്ലെങ്കിൽ ബ്രീഫ്ലി എന്തെങ്കിലുമൊക്കെ ക്യാച്ച് ചെയ്യാനുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ തന്നെ നിങ്ങൾ മാർക്ക് ചെയ്ത് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. സോ അങ്ങനെ വരുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കാനായിട്ട് ലഭ്യമാവാനായിട്ട് നിങ്ങൾ ശ്രമിക്കാം. ഓക്കെ, ഇപ്പൊ നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് സ്റ്റാർട്ടിങ്. എല്ലാം നമുക്കറിയാം വ്യത്യസ്ത ടീച്ചേഴ്സ് ആണ്, മിസ്സുമാര് വരുന്നതനുസരിച്ചിട്ട് തന്നെ അവരുടെ പോർഷൻസ് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ എല്ലാം അല്ലെ ഓരോ മിസ്സുമാർക്കുള്ള പോർഷൻസ് അവർ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഡേയിൽ ചിലപ്പോൾ അടുത്തൊരു ചാപ്റ്ററുമായിട്ടായിരിക്കും അടുത്ത മിസ് വരുന്നത്. നമ്മൾ എന്തായാലും ചാപ്റ്റർ ഫസ്റ്റ് തന്നെ നമുക്ക് തുടങ്ങാം. എന്താണ് ഇൻട്രൊഡക്ഷൻ ടു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് ഇതില് പ്രധാനമായിട്ട് പറയുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം ഒരു വലിയ ആ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ആ കൺസെപ്റ്റുകളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനിൽ ഒന്നിച്ച് ഉൾക്കൊള്ളിക്കുകയാണ് ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ബ്രീഫ്ലി ഉൾക്കൊള്ളിക്കുകയാണെങ്കിലും അത് വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണെന്ന് നമുക്ക് തന്നെ അറിയാം. സോ അതില് ജസ്റ്റ് എന്താണ് പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്ഷൻ ഒക്കെ പറഞ്ഞു പോകുമ്പോൾ അത് പെട്ടെന്ന് തന്നെ അതിന്റെ ഇലാബറേഷൻ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കാം. എങ്കിലും ജസ്റ്റ് നമ്മുടെ ഇൻട്രൊഡക്ഷനിൽ എല്ലാം തന്നെ ഒന്ന് ചെറുതായിട്ട് ബ്രീഫ്ലി ഡിഫൈൻ ചെയ്തൊക്കെയാണ് പോകുന്നത്. ഓക്കെ, ഇതില് കൊമേഴ്സ് അല്ലാത്തവരും ഉണ്ടാകും അല്ലേ? ഉണ്ടോ? ഉണ്ട് മാം. ഉണ്ട്, പേടിക്കാനൊന്നുമില്ല. നമുക്ക് എല്ലാവർക്കും ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന തന്നെ ഒരു സബ്ജക്ട് തന്നെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറയുന്നത്. എല്ലാവർക്കും അല്ലെ ഹ്യൂമൻ റിസോഴ്സ് ഒക്കെ ആകുമ്പോൾ നമുക്കറിയാം മനുഷ്യ സഹജമായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ അത് നമുക്ക് എന്താ പറയുക ക്യാച്ച് ചെയ്യാനായിട്ട് എളുപ്പമാണ്. ഓക്കെ, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. നമുക്ക് എന്താ പറയാ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോവാം. ഓക്കെ, അപ്പൊ അതില് ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റില് നമുക്ക് നോക്കാം. മീനിങ് അവിടെ പറയുന്നുണ്ട്. എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്? മീനിങ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ് ആൻഡ് human resource management meaning can be defined as planning, organizing, directing, controlling, compensation, development, integration, maintenance, etc. Then of the human resource in order to achieve organizational, social and individual objectives. നമുക്കറിയാം ഏതൊരു സ്ഥാപനത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടായിരിക്കും ഏതൊരു ബിസിനസ് സ്ഥാപനവും സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ? അത് സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആയിക്കോട്ടെ, പ്രൊഡക്റ്റീവ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആയിക്കോട്ടെ, ഏത് ബിസിനസ് സ്ഥാപനത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു എയിം ഉണ്ടാവും അല്ലെ? ഒരു ഗോൾ അച്ചീവ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടായിരിക്കും അവര് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലേ? ശരിയല്ലേ? ഏതൊരു ബിസിനസ്സിനും അതിന്റെ ഒരു ലക്ഷ്യമുണ്ട്. സോ ഈ ഒരു ലക്ഷ്യം, ഈ ഒരു അച്ചീവ്മെന്റ് അല്ലെ, ഈ ഒരു എയിം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും എന്താണ് അവിടെ ഹ്യൂമൻ ബീയിങ്, അവിടെ അല്ലെ മെഷീനറി, അതേപോലെ തന്നെ ഫണ്ട് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഏതൊരു ബിസിനസ് സ്ഥാപനത്തിലും ഒരു ഹ്യൂമൻ ബീയിങ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും അവരുടേതായിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കണമെന്നല്ലോ അല്ലെ? അവര് നമുക്കറിയാം അവരുടെ എഫേർട്ടുകൾ അവിടെ വിനിയോഗം ചെയ്യുന്നത് അനുസരിച്ചിട്ട് തന്നെ അവര് റിട്ടേൺ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലെ? സാലറി ആയിട്ട് മറ്റ് ഇൻസെന്റീവ്സ് ഒക്കെ ആയിട്ട് അല്ലെ? അല്ലെങ്കിൽ സമൂഹത്തിൽ നല്ലൊരു സൽപ്പേര് ഉണ്ടാവുക, അങ്ങനെ പലതരത്തിലുള്ള അല്ലെ എയിമോട് കൂടിയിട്ടായിരിക്കും ഏതൊരു പേഴ്സൺസും ഏതൊരു ജോലിയും തിരഞ്ഞെടുക്കുന്നത്. സോ മനസ്സിലാക്കിയെടുക്കുക. അതായത് ഓർഗനൈസേഷണൽ, സോഷ്യൽ ആൻഡ് ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റീവ്സ് അല്ലെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ എന്താണ് ഇൻ ഓർഡർ ടു, ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് ഇൻ ഓർഡർ ടു അച്ചീവ് ഓർഗനൈസേഷണൽ, സോഷ്യൽ ആൻഡ് ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റീവ്സ് അല്ലെ? ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിനിമയം ചെയ്യുന്ന ആ ഹ്യൂമൻ റിസോഴ്സ് അല്ലെ? ആ ഏതൊരു ഓർഗനൈസേഷന്റെയും ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ ഏതൊരു ഇൻഡിവിജ്വലിന്റെയും ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ ഹ്യൂമൻ റിസോഴ്സ് നല്ല രീതിയിൽ തന്നെ വിനിമയം ചെയ്യേണ്ടതുണ്ട്. സോ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പഴയ കാലഘട്ടത്തിലാണ് എങ്കിൽ ഹ്യൂമൻ റിസോഴ്സസ് അല്ലെ അതിന് എത്രയും പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. കാരണം അവിടുത്തെ കൺസെപ്റ്റ് അനുസരിച്ചിട്ട് ധാരാളം അല്ലെ മെഷീനൊന്നും ഉത്ഭവിക്കാത്ത ഒരു കാലഘട്ടമാണ്. അപ്പൊ മെഷീന്റെയൊക്കെ യൂട്ടിലൈസേഷൻ ഒന്നും ഇല്ലാത്ത കാരണം ഒരുപാട് ഹ്യൂമൻ ബീയിങ് വർക്ക് ചെയ്യുന്നു. അവർക്ക് തുച്ഛമായിട്ടുള്ള വരുമാനം കിട്ടിക്കൊണ്ട് ആണ് അല്ലെ ആ ഒരു കാലഘട്ടങ്ങളിൽ ജോലി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പക്ഷെ ഇന്ന് നമുക്കറിയാം ഓരോ പേഴ്സൺസിനും അവര് ജോലി എഫോർട്ടോടുകൂടി എടുക്കുന്നുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ടുള്ള റിട്ടേൺ ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ഇന്ന കമ്പനിയിലൊന്നും വർക്ക് ചെയ്യാനായിട്ട് പോകില്ല
അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും ഹ്യൂമന് അവരുടേതായിട്ടുള്ള ലക്ഷ്യം നേടിയെടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഓർഗനൈസേഷനും അതിൻ്റെതായിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കേണ്ടതുണ്ട്. അപ്പൊ മനസ്സിലാക്കാം എന്താണ് അച്ചീവ് ഓർഗനൈസേഷണൽ ആൻഡ് സോഷ്യൽ ആൻഡ് ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റീവ്സ് അല്ലെ? മാനവ വിഭവശേഷി മാനേജ്മെന്റിന്റെ ഈ പറഞ്ഞ സംഘടനാപരവും സാമൂഹ്യപരവും വ്യക്തിപരവുമായിട്ടുള്ള ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ മാനവ വിഭവശേഷിയുടെ അല്ലെ അതിന്റെ ചിട്ടയായ ആസൂത്രണം, പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്ടിങ്, കൺട്രോളിങ്, കോമ്പൻസേഷൻ, ഡെവലപ്മെന്റ്, ഇന്റഗ്രേഷൻ, മെയിൻ്റെനൻസ്, ഇതിനെയാണ് എന്തെന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു മേഖല എന്ന് പറയുന്നത് ഈ പറഞ്ഞ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള അവിടെയുള്ള മാനവ വിഭവശേഷിയെ എങ്ങനെയാണ് നല്ല രീതിയിൽ ആസൂത്രണം ചെയ്യുക അല്ലെ? നല്ല രീതിയിൽ ആസൂത്രണം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വേക്കൻസി വരുന്നത് അനുസരിച്ചിട്ട് അവിടെ നമുക്കറിയാം വ്യക്തികളെ നല്ല അനുയോജ്യമായിട്ടുള്ള പേഴ്സൺസിനെ കണ്ടെത്തണം അല്ലെ? റിക്രൂട്ട്മെന്റ് കാര്യങ്ങളൊക്കെ നടത്തി ഒരുപാട് ആപ്ലിക്കേഷൻസ് കണ്ടെത്തിയാലാണ് ഏറ്റവും നല്ല അല്ലെ ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ കണ്ടെത്താൻ സാധിക്കുള്ളൂ. സോ നമുക്കറിയാം ഒരു വേക്കൻസി വരുമ്പോൾ തുടങ്ങി നല്ല രീതിയിൽ അവർ പ്ലാൻ ചെയ്യും അതെങ്ങനെയൊക്കെയാണ് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കുക. അതേപോലെ തന്നെ നമുക്കറിയാം അവരെ എങ്ങനെയൊക്കെയാണ് സംഘടിപ്പിക്കുക, ആ ഒരു ഓർഗനൈസേഷനിൽ എങ്ങനെയാണ് സംഘടിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക. നമുക്കറിയാം അവരെ നല്ല രീതിയിൽ ഡയറക്റ്റ് ചെയ്യും അല്ലെ? അവർക്ക് നല്ല ഏബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നെങ്കിലും ഡയറക്ഷൻ കൊടുക്കുന്നത് മോശമായിട്ടുള്ള രീതിയിലാണെങ്കിൽ റിസൾട്ട് നല്ല രീതിയിൽ റൺ ചെയ്യാൻ സാധിക്കുകയില്ല. സോ അവരെ നല്ല രീതിയിൽ ഡയറക്റ്റ് ചെയ്ത് കൊണ്ടുപോകണം. ഇൻ കേസ് അവര് നല്ല പ്രോപ്പർ ആയിട്ടുള്ള റിസൾട്ടുകൾ തരുന്നില്ല എങ്കിൽ ഇൻ കേസ് ഒരു പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു മെഷീനൊക്കെ സ്ഥാപിക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ അവർക്ക് അല്ലെ അത് ഫലപ്രദമായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല. സോ അവർക്ക് എന്താണ് അതിനനുസരിച്ചിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. ഇൻ കേസ് അവര് ഡൗൺ ആയിട്ട് അല്ലെ നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ എന്താണ് അവരെ ബെറ്റർ പെർഫോമൻസിന് വേണ്ടിയിട്ട് നല്ല പ്രകടനത്തിന് വേണ്ടിയിട്ട് അവരെ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ടാവും. അത് മാത്രമല്ല തീർച്ചയായിട്ടും നമുക്കറിയാം നന്നായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അവരുടെ മനസ്സിലൊരു സാറ്റിസ്ഫാക്ഷൻ വേണം അല്ലെ? ഒരു തൊഴിൽ ചെയ്യാനായിട്ട് പോകുമ്പോൾ എന്താ പറയാ നമുക്ക് മിതമായിട്ടുള്ള സാലറി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടല്ല നമ്മളൊരു ജോലിയിൽ പോകുക അല്ലേ? ശരിയല്ലേ? നമുക്ക് സാലറി മാത്രമാണോ ഒരു സ്ഥാപനത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നത് വർക്ക് ചെയ്യാൻ പോകുമ്പോൾ? ആണോ? എനിക്ക് മെസ്സേജ് അയക്കാട്ടോ, ഞാൻ മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകും. ആണോ? സാലറി മാത്രമാണോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്? മറ്റെന്തെങ്കിലും പ്രതീക്ഷിക്കില്ലേ? നല്ല സാറ്റിസ്ഫാക്ഷൻ പ്രതീക്ഷിക്കില്ലേ? നല്ല വർക്കിംഗ് കണ്ടീഷൻ പ്രതീക്ഷിക്കില്ലേ? അല്ലെ? പല കാര്യങ്ങളും നമ്മളവിടെ പ്രതീക്ഷിക്കും അല്ലെ? നമ്മള് സമൂഹത്തിൽ നല്ലൊരു പേരുള്ള ഒരു ജോലിക്കാരനാണെന്ന് ആവണമെന്ന് ആഗ്രഹിക്കില്ലേ? അല്ലെ? പലതും നമ്മൾ ആഗ്രഹിക്കും. സോ അവർക്ക് എന്താണ് പലതരത്തിലുള്ള കാര്യങ്ങളും അല്ലെ ആഗ്രഹിക്കുന്നത് അനുസരിച്ചിട്ടുള്ള കോമ്പൻസേഷനുകൾ അവർക്ക് ലഭ്യമാക്കി കൊടുക്കണം അല്ലെ? ചിലപ്പോൾ വേണമെങ്കിൽ എന്താണ് സാലറി ഇൻക്രീസ് ചെയ്യാനായിരിക്കും, അതല്ലെങ്കിൽ അവർക്ക് നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള എന്റർടൈൻമെന്റ് പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ച് കൊടുക്കേണ്ടതുണ്ടാവും. പലതരത്തിലുള്ള അവരുടെ ബുദ്ധിമുട്ടുകൾക്ക് അനുസരിച്ചിട്ടുള്ള അല്ലെ അവരുടെ പാക്കേജുകൾ അവർക്ക് ലഭ്യമാക്കി കൊടുക്കേണ്ടതുണ്ടാവും. സോ അതിനെ കുറിച്ചിട്ട് നല്ല ധാരണയുണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് അതൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കുള്ളൂ. ആർക്ക്? എംപ്ലോയിക്ക് അല്ലെ? വരുന്ന ഓരോ ഹ്യൂമൻ റിസോഴ്സസിന്. ദെൻ അത് മാത്രമല്ല നമുക്കറിയാം അവരുടെ സ്കില്ല്, നോളജ് അല്ലെ അവരുടെ കഴിവുകൾ അതല്ലെങ്കിൽ അറിവുകൾ അത് വികസിപ്പിച്ചു കൊണ്ടുവരണം. പ്രത്യേകിച്ച് നമുക്കറിയാം ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സംസ്കാര രീതിയൊന്നും എപ്പോഴും ഫോളോ ചെയ്യാൻ പറ്റില്ല അല്ലെ? നമുക്കറിയാം ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാലഘട്ടത്തിനോടൊപ്പം തന്നെ ഹ്യൂമൻ ബീയിങ് വളരണം, ഓരോ എംപ്ലോയിയും വളർന്നു പോകണം. എങ്കിൽ മാത്രമാണ് ആ ഓർഗനൈസേഷനും പിടിച്ചു നിൽക്കാൻ സാധിക്കുള്ളൂ അല്ലെ? കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള മേഖലയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ അവിടെ എംപ്ലോയി നല്ല എഫിഷ്യന്റ് ആയിട്ട് തന്നെ അതിനോടൊപ്പം തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. സോ അതിനനുസരിച്ചിട്ടുള്ള ഡെവലപ്മെന്റ് പ്രോഗ്രാംസുകൾ അല്ലെ അവരുടെ സ്കില്ല് നോളജ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് കൊടുക്കത്തക്ക വിധത്തിലുള്ള പ്രോഗ്രാംസുകളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ അല്ലെ സംയോജിപ്പിച്ച് മുന്നോട്ട് പോയാൽ മാത്രമാണ് ഓർഗനൈസേഷന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം വലിയ വലിയ കമ്പനിയൊക്കെ ആകുമ്പോൾ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. ഒരുപാട് ഡിപ്പാർട്ട്മെന്റിൽ വ്യത്യസ്ത ജീവനക്കാർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവും. ഈ വ്യത്യസ്തമായിട്ടുള്ള ജീവനക്കാർക്കെല്ലാം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യും, അവരെ ഡയറക്റ്റ് ചെയ്യും, ഓർഗനൈസ് ചെയ്യും, കൺട്രോൾ ചെയ്യും, അവർക്ക് ആവശ്യമായിട്ടുള്ള കോമ്പൻസേഷൻ ഒക്കെ കൈകാര്യം ചെയ്യും. ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഓർഗനൈസേഷന്റെ ലക്ഷ്യം എന്താണോ അത് നല്ല രീതിയിൽ എല്ലാവരും കൂടി ഒന്നിച്ച് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഇന്റഗ്രേഷൻ അല്ലെ അത്തരത്തിലുള്ള ആ ഒരു ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് മുന്നേറാനായിട്ടുള്ള പരിപാടികൾ അറേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അതെല്ലാം നമുക്കറിയാം
അത് മെയിൻറ്റെയിൻ ചെയ്ത് അല്ലെ, എവിടെയെങ്കിലും താളപ്പിളകൾ ഉണ്ടെങ്കിൽ അല്ലെ അതെല്ലാം തന്നെ അത് അവോയ്ഡ് ചെയ്ത് എല്ലാവരും ഒരു ഗ്രൂപ്പ് ഓഫ് വിങ് ആയിട്ട് തന്നെ നിന്നുകൊണ്ട് ആ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് അല്ലെ പരിപാലിച്ചു മുന്നോട്ട് പോകാനൊക്കെ ആയിട്ടുള്ള സന്നദ്ധമായിട്ടുള്ള കുറെ പ്രവർത്തനങ്ങളൊക്കെ അവിടെ നടപ്പാക്കിയിട്ടുണ്ട്. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് അല്ലെ കൈകാര്യം ചെയ്യുന്ന ഒരു മേഖലയാണ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഓർഗനൈസേഷന്റെ ലക്ഷ്യം അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ ലക്ഷ്യം അതല്ലെങ്കിൽ അവിടെയുള്ള എംപ്ലോയീസിന്റെ ഒക്കെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് തീർച്ചയായിട്ടും എന്താണ് അവിടെ ഹ്യൂമൻ റിസോഴ്സ് നല്ല മാനവ ശേഷിയുടെ നല്ല രീതിയിലുള്ള അല്ലെ അവിടെ പ്ലാനിങ് ആവശ്യമാണ്, ഓർഗനൈസിങ് ആവശ്യമാണ്, ഡയറക്ടിങ് ആവശ്യമാണ്, കൺട്രോളിങ് ആവശ്യമാണ്, കോമ്പൻസേഷൻ ആവശ്യമാണ്, ഡെവലപ്മെന്റ് പ്രോഗ്രാംസുകൾ, ഇന്റഗ്രേഷൻ, മെയിൻ്റെനൻസ് എല്ലാം ഇതെല്ലാം ആവശ്യമാണ്. സോ ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന ഒരു വിങ് ആണ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നുള്ളത്? നിങ്ങൾക്ക് അറിയാം അല്ലെ, കൊമേഴ്സ് ഗ്രൂപ്പുകാർക്കൊക്കെ അറിയാം. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു പദമല്ല ഉള്ളത് അല്ലെ, അത് ഒരുപാട് അല്ലെ അതിനെ ഒരുപാട് വിവരിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ പഠിച്ചു പോകും. ജസ്റ്റ് ഇതിലെ എല്ലാം ഒന്ന് കോട്ട് ചെയ്ത് പോകുന്നേ ഉള്ളൂ. എന്താണ് പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്ടിങ്, കൺട്രോളിങ്, കോമ്പൻസേഷൻ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ അല്ലെ അതിന്റെ ഓട്ടോമാറ്റിക്കലായിട്ട് ഇതിന്റെ പുറകെ പഠിച്ചു പോയിക്കോളും. ഓക്കെ, അപ്പൊ മനസ്സിലാക്കി വെക്കുക, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ആ ഒരു വിങ്ങിലാണ് ഇത്തരത്തിലുള്ള അവിടെയുള്ള ഹ്യൂമൻ ബീയിങ്സിന്റെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും റിക്രൂട്ട്മെന്റ് അവിടെയുള്ള എംപ്ലോയീസിന് വേക്കൻസികൾ വരുമ്പോൾ മുതൽ അത് എങ്ങനെയാണ് അതിനനുസരിച്ചിട്ടുള്ള വ്യക്തികളെ അല്ലെ എംപ്ലോയീസിനെ അനുയോജ്യമായിട്ടുള്ള പേഴ്സണെ എങ്ങനെയാണ് കണ്ടെത്തുന്നത്, അതിനനുസരിച്ചിട്ടുള്ള റിക്രൂട്ട്മെന്റ് കാര്യങ്ങൾ, അപേക്ഷകൾ കണ്ടെത്തുന്നത് മുതലുള്ള റിക്രൂട്ട്മെന്റ് കാര്യങ്ങൾ, സെലക്ഷന്, ടെസ്റ്റിംഗ് അല്ലെ ഇന്റർവ്യൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു പ്രോസസ്സിൽ വരുന്നുണ്ട്. ഓർഗനൈസിങ്, ഡയറക്ടിങ്, കൺട്രോളിങ്, കോമ്പൻസേഷൻ എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടെയുള്ള എംപ്ലോയീസിന് സാറ്റിസ്ഫൈഡ് ആയിട്ട് അല്ലെ നല്ല ഏബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആക്കി മാറ്റി എത്ര കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എത്ര ചലഞ്ച് നിറഞ്ഞ കണ്ടീഷൻ ആണെങ്കിൽ അവിടെ നല്ല കരുതലോട് തന്നെ അല്ലെ പിടിച്ചു നിൽക്കാനുള്ള ശേഷിയുള്ള ഹ്യൂമൻ ബീയിങ് ആയിട്ട് ഓർഗനൈസേഷന്റെ മെയിൻ ഗോള് അച്ചീവ് ചെയ്യാനായിട്ട് അതിലേക്ക് നയിക്കുക എന്നുള്ളതാണ് എന്ത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? ആണോ? ഓക്കെ, മെസ്സേജ് അയക്കാൻ തന്നെ ശ്രമിക്കാട്ടോ. ജസ്റ്റ് ഇത് മനസ്സിലാക്കി പോവാം. തീർച്ചയായിട്ടും അല്ലെ അവിടെ ചെറിയ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടാമെന്നൊക്കെയുള്ള രീതിയിൽ ചോദ്യങ്ങൾ വന്നാൽ നമുക്കറിയാം. പ്ലാനിങ്, ഓർഗനൈസിംഗ്, ഡയറക്ടിംഗ്, കൺട്രോളിംഗ്, കോമ്പൻസേഷൻ അല്ലെ ഹ്യൂമൻ ബീയിങ്ങിനായിട്ട് ഉള്ള അവിടെയുള്ള എംപ്ലോയിയുമായി ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങളെല്ലാം ഇതിൽ അല്ലെ ഉൾക്കൊള്ളുന്ന കാര്യമാണ്. വീണ്ടും കൺസെപ്റ്റ് ഓഫ് HR പ്രത്യേകിച്ച് നിങ്ങൾ മെസ്സേജ് അയക്കാട്ടെ, കാരണം നമ്മൾ ഇത് അല്ലെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഈ ചാപ്റ്റർ. അതെങ്ങനെ ചാപ്റ്റർ കാണുന്നത് അനുസരിച്ചിട്ട് നമുക്ക് മെസ്സേജ് മാത്രം അയക്കാൻ പറ്റുള്ളൂ. പക്ഷെ നിങ്ങൾ തമ്പ് അയക്കുന്നുണ്ടാവും, പക്ഷെ നമുക്കത് കാണാൻ പറ്റിയെന്ന് വരില്ല അല്ലെ. അപ്പൊ മെസ്സേജ് ഉണ്ടെങ്കിൽ ഓക്കെ, നമുക്കത് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പൊ പരമാവധി മെസ്സേജ് അയക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, എന്താണ് നെക്സ്റ്റ് നോക്കാനുള്ളത്? കൺസെപ്റ്റ് ഓഫ് HR. കൺസെപ്റ്റ് ഓഫ് HR എന്താ പറയുന്നത്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് is the strategic approach to the effective management of people in a company or organization such that they help their business gain a competitive advantage. Okay, നമുക്കറിയാം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്താണ് കൈകാര്യം ചെയ്യുന്നതെന്നുള്ള ഏകദേശ ധാരണ നമുക്കറിയാം അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ഈ തന്ത്രപരമായിട്ടുള്ള ഈ ഒരു അപ്രോച്ച് അല്ലെ, അത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ തന്ത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? നല്ല ആസൂത്രിതമായിട്ടുള്ള കാര്യങ്ങളിലായിരിക്കും അവര് റിക്രൂട്ട്മെന്റ് കാര്യങ്ങളെല്ലാം തന്നെ അറേഞ്ച് ചെയ്യുന്നത്, ഓർഗനൈസ് ചെയ്യുന്നത്, കോമ്പൻസേഷൻ പാക്കേജുകളൊക്കെ തീരുമാനിക്കുന്നതൊക്കെ എന്താണ് അവർ തന്ത്രപരമായിട്ട് തന്നെയായിരിക്കും അല്ലെ തീരുമാനിക്കുന്നത്. കാരണം അവിടെയുള്ള ഏതോ ഒരു ഹ്യൂമൻ ബീയിങ്ങിനും ഏതോ ഒരു എംപ്ലോയിക്കും അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് നേടിയെടുക്കണം എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ആ രീതിയിലായിരിക്കും അവര് മാനേജ് ചെയ്യുന്നത്. എഫക്റ്റീവ് ആയിട്ടുള്ള മാനേജ്മെന്റ് ആയിട്ടായിരിക്കും അത് കൈകാര്യം ചെയ്യുന്നത്. നമുക്കറിയാം such that they help their business gain a competitive advantage അല്ലെ. നമുക്കറിയാം തീർച്ചയായിട്ടും ഈ എന്തല്ലേ ചലഞ്ചിങ് നിറഞ്ഞ ഈ ഒരു ഗണിത മത്സരമായിട്ടുള്ള ഈ ഒരു വെല്ലുവിളികളെയൊക്കെ നേരിടാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ തന്ത്രപരമായ രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്.
Then it is designed to maximum employee performance in service of an employer's strategic objectives. തീർച്ചയായിട്ടും നമുക്കറിയാം ഏതൊരു തൊഴിലുടമയും അവിടെയുള്ള ഏതൊരു എംപ്ലോയിക്കും അല്ലെ അവരുടെ പെർഫോമൻസ് മാക്സിമൈസ് ചെയ്യുക. ഒരുപക്ഷെ അവർക്ക് സാലറി ബേസിക് സാലറി കൊടുക്കുന്നുണ്ട്, ദെൻ അവര് അഗ്രിമെന്റ് ബേസിലൊക്കെയാണ് അവിടെ ജോലി പ്രവേശിക്കുന്നത്. എങ്കിലും അഡീഷണൽ ആയിട്ട് ചിലപ്പോൾ ആണെങ്കിൽ അവർക്ക് ടൂർ സംഘടിപ്പിച്ചു കൊടുക്കുന്നു, ട്രാവലിംഗ് അലവൻസ് പ്രൊവൈഡ് ചെയ്യുന്നു, PF ആനുകൂല്യങ്ങൾ, റിട്ടയർമെന്റ് ബെനിഫിറ്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. അതൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരിക്കും? എന്തുകൊണ്ടായിരിക്കും ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നത്? എംപ്ലോയി മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടി അവിടെ സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യാൻ അല്ലെ, അവരുടെ മാക്സിമം എഫേർട്ട് ആ ഒരു കമ്പനിയിൽ വിനിയോഗിക്കുക അല്ലെ, അത് പ്രതിഫലിക്കാൻ വേണ്ടിയിട്ടാണ് എംപ്ലോയർ ഇത്തരത്തിലുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള നിലപാടിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്യുന്നത്. സോ ഈ ഒരു തന്ത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്യണമെങ്കിൽ അവർക്ക് അല്ലെ എംപ്ലോയർക്ക് തൊഴിലുടമയ്ക്ക് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് ആരായിരിക്കും? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പിന്നായിരിക്കും അല്ലെ. അവരായിരിക്കും ആ ഒരു കമ്പനിയിലുള്ള എംപ്ലോയീസിന്റെ ഓരോരുത്തരുടെയും എഫേർട്ട് മാക്സിമൈസ് ചെയ്യാനായിട്ട് എന്തൊക്കെ ചെയ്യണം, ആർക്കെങ്കിലൊക്കെ ട്രെയിനിങ് പാക്കേജസ് കൊടുക്കണോ, ആർക്കെങ്കിലൊക്കെ ഇൻസെന്റീവ്സ് കൊടുക്കണോ അല്ലെ, അവിടെ എന്തെങ്കിലും ഷിഫ്റ്റിംഗ് ടൈമുകളിലൊക്കെ മാറ്റങ്ങൾ വരുത്തണോ, അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് നടത്തുമ്പോൾ ഇങ്ങനെയൊക്കെ ഓഫറുകൾ കൊടുക്കണോ, അങ്ങനെ പല കാര്യങ്ങളൊക്കെ മാനേജ്മെന്റ് തീർച്ചയായിട്ടും എംപ്ലോയറെ അറിയിക്കാനായിട്ട് ശ്രമിക്കുന്നത്. സോ അവര് എന്താണ് മാക്സിമം എഫോർട്ടോട് കൂടിയിട്ട് വർക്ക് ചെയ്യുമ്പോൾ, എംപ്ലോയി മാക്സിമം എഫോർട്ടോട് കൂടി വർക്ക് ചെയ്യുമ്പോൾ എന്താണ് ഓർഗനൈസേഷന്റെ ലക്ഷ്യം എളുപ്പത്തില് വളരെയധികം ചെലവ് കുറഞ്ഞ രീതിയിൽ നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. സോ അത് നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്. ഡിസൈൻഡ് ടു മാക്സിമം എംപ്ലോയി പെർഫോമൻസ് ഇൻ സർവീസ് ഓഫ് ആൻ എംപ്ലോയേഴ്സ് സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ് അല്ലെ. അവിടെ തൊഴിലുടമയുടെ ഈ തന്ത്രപരമായിട്ടുള്ള ഒരു ലക്ഷ്യത്തിന്റെ ബേസിലാണ് അല്ലെ, ഈ ഒരു ലക്ഷ്യം നേടിയെടുക്കണം എന്നുള്ള ലക്ഷ്യത്തിന്റെ ബേസിലാണ് തീർച്ചയായിട്ടും എംപ്ലോയീസിന് അല്ലെ അവിടെ കാര്യങ്ങളൊക്കെ രൂപകൽപ്പന ചെയ്യുന്നത്. ഈ പ്ലാനിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, അവിടെയുള്ള എംപ്ലോയീസിന്റെ മാക്സിമം എഫേർട്ട് ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടാണ്, അവര് നല്ല രീതിയിൽ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? Okay. Yes. Then നമുക്ക് നെക്സ്റ്റ് നോക്കാം. The scope of HRM is very wide. Personal aspect. This is concerned with the manpower planning, recruitment, selection, placement, transfer, promotion, training and development, layoff and retrenchment, remuneration, incentive, productivity, etc. അതായത് HRM എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ നേരത്തെ കണ്ട അല്ലെ, അവിടെ എംപ്ലോയിനെ സംബന്ധിച്ച് ഓരോ ഹ്യൂമൻ ബീങ്ങിനെ സംബന്ധിച്ച് പ്ലാൻ ചെയ്യണം, ഓർഗനൈസ് ചെയ്യണം, ഓരോ കോമ്പൻസേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അതേപോലെ തന്നെ കുറച്ചും കൂടി വൈഡായിട്ടുള്ള കാര്യങ്ങളും ഇതിൽ നടക്കുന്നുണ്ട് അല്ലെ. അതൊരു വിശാലമായിട്ടുള്ള ഒരു കൺസെപ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒരുപാട് കാര്യങ്ങൾ അല്ലെ നടന്നു പോകുന്നുണ്ട്. ദിസ് കൺസേൺഡ് വിത്ത് മാൻ പവർ പ്ലാനിങ്, റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, പ്ലേസ്മെന്റ് അല്ലെ. അവിടെ ഓരോ ഹ്യൂമൻ ബീയിങ്ങിനെ പ്ലാൻ ചെയ്യുമ്പോഴേ നമുക്കറിയാം. അതേപോലെ തന്നെ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? എന്തെങ്കിലും വേക്കൻസി വരുമ്പോൾ നമുക്ക് ധാരാളം അപേക്ഷ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. ഒരു 10 പേരെ നമുക്കറിയാം തീർച്ചയായിട്ടും ഇൻ കേസ് ഒരു 2 ഒഴിവാണ് വന്നിരിക്കുന്നതെങ്കിൽ ഒരു 10 അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്നേ സെലക്ട് ചെയ്യാൻ പറ്റും അല്ലെ. ഒരുപാട് ഒരു 50 പേരുടെ അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, ആപ്ലിക്കേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, അതിൽ നിന്ന് കുറച്ചും കൂടി നല്ലവരെ സെലക്ട് ചെയ്യാൻ സാധിക്കും അല്ലെ. അപ്പൊ മാക്സിമം ആപ്ലിക്കേഷൻസ് കിട്ടുക എന്നുള്ളതായിരിക്കും ഏതോ ഒരു ഓർഗനൈസേഷനും ലക്ഷ്യമിടുന്നത്. ഓക്കെ, റിക്രൂട്ട്മെന്റ് നടത്തുമ്പോൾ മാക്സിമം ആപ്ലിക്കേഷൻസ് ലഭ്യമാകുക അല്ലെ, നമ്മുടെ കമ്പനിയിലേക്ക് വരിക എന്നുള്ളതായിരിക്കും ഏതോ ഒരു റിക്രൂട്ട്മെന്റിലും ലക്ഷ്യമിടുന്നത്. സോ അതിൽ നിന്ന് അപ്പൊ എന്ത് ചെയ്യും, നല്ലതിനെ സെലക്ട് ചെയ്യാൻ സാധിക്കും അല്ലെ. അപ്പൊ സെലക്ഷൻ പ്രൊസീജിയേഴ്സ് നടക്കുമ്പോൾ നമുക്കറിയാം സെലക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ അല്ലെ അക്കാദമിക് ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസും നമുക്ക് പല കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും അല്ലെ സെലക്ഷൻ നടത്തുന്നത്. തീർച്ചയായിട്ടും ടെസ്റ്റിംഗ് അല്ലെ, പലതരത്തിലുള്ള ടെസ്റ്റിംഗ് ഒക്കെ നിങ്ങൾ എല്ലാവരും എന്താണ് റിക്രൂട്ട്മെന്റ് ആയിട്ടുള്ള സെലക്ഷൻ എന്ന് പറയുന്ന ഒരു ബിഗ് ചാപ്റ്റർ തന്നെയുണ്ട്. അതില് ധാരാളം ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിൽ പഠിക്കും. ഓക്കെ, അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്ത് തന്നെയാണ് പഠിക്കുന്നത്. അപ്പൊ സെലക്ഷൻ പ്രൊസീജിയറും ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ അന്നത്തെ എടുത്ത് പറയുന്നുണ്ട്. then അതിനുശേഷമാണ് നമ്മൾ പ്ലേസ്മെന്റ് നടത്തുന്നത് അല്ലെ. അപ്പൊ റിക്രൂട്ട്മെന്റ് തലം മുതലുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അപേക്ഷകള് എന്താണ് കാൻഡിഡേറ്റ്സ് ആപ്ലിക്കേഷൻസ് സമർപ്പിക്കണമെങ്കിൽ അവർക്കും കുറച്ച് കാര്യങ്ങളൊക്കെ വേണം അല്ലെ. അവർക്ക് കുറച്ച് ഓഫേഴ്സ് ഒക്കെ കിട്ടിയാലാണ് അവർ അപേക്ഷ കൊടുക്കുള്ളൂ. തീർച്ചയായിട്ടും നമുക്കറിയാം ജസ്റ്റ് സാലറി മാത്രമല്ല ഈ കാലഘട്ടത്തിൽ ഏതോ ഒരു പേഴ്സണും ആഗ്രഹിക്കുന്നത്.
അല്ലെ പലതരത്തിലുള്ള കാര്യങ്ങളും അവർ ആഗ്രഹിക്കുന്നുണ്ട്. സോ അതിനനുസരിച്ചുള്ള ഓഫറുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടായിരിക്കും റിക്രൂട്ട്മെന്റ് കാര്യങ്ങളിലേക്ക് പോകുന്നത്. അതേപോലെ തന്നെ സെലക്ഷൻ പ്രൊസീജിയർ, പ്ലേസ്മെന്റ്, ട്രാൻസ്ഫർ തീർച്ചയായിട്ടും നമുക്കറിയാം അല്ലെ. അവിടെ എന്തെങ്കിലും മേൽത്തരത്തിലുള്ള എന്തെങ്കിലും വേക്കൻസികളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഓർഗനൈസേഷനിൽ ഉള്ളവരെ തന്നെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പരമാവധി അവർ ശ്രമിക്കും. കാരണം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവരൊക്കെ അങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് നിലനിർത്തി കൊണ്ടുപോകാനൊക്കെ ആയിട്ട് അവർ ശ്രമിക്കും. പ്രൊമോഷൻ ആണെങ്കിലും അങ്ങനെ തന്നെ അല്ലെ. മേൽത്തരത്തില് വേക്കൻസികൾ വരുമ്പോൾ തീർച്ചയായിട്ടും നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് നമ്മുടെ കമ്പനിയിൽ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് അവർക്ക് പ്രൊമോഷൻ സാധ്യതകളൊക്കെ അവർ ഓഫർ ചെയ്ത് കൊടുക്കും. അതേപോലെ തന്നെ ട്രെയിനിങ് അല്ലെ, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാലഘട്ടം അനുസരിച്ചിട്ട് എന്തൊക്കെ ഭേദഗതികൾ വരുത്തുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് അല്ലെ അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്. അത് മാത്രമല്ല നമുക്കറിയാം ജസ്റ്റ് അല്ലെ സ്റ്റാർട്ടിങ് വരുന്ന തൊഴിലാളികളാണെങ്കിലും എംപ്ലോയി ആണെങ്കിലും നമുക്കറിയാം അവിടെ അല്ലെ അവിടെ എന്താണ് ഓറിയന്റേഷൻ പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിച്ചു കൊടുക്കും അല്ലെ. ആ ഒരു സ്ഥാപനവുമായിട്ട് ആ ജോലിയുമായി ബന്ധപ്പെട്ട് അവർക്ക് ഫെമിലാരിറ്റീസ് അല്ലെ ഒരു സഹപ്രവർത്തകരൊക്കെ ആയിട്ട് നല്ല ഇടപഴകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓറിയന്റേഷൻ ഒക്കെ സംഘടിപ്പിച്ചു കൊടുക്കണം. ദെൻ ഈ ഓറിയന്റേഷൻ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ ഏത് വിങ് ആയിരിക്കും? ആരായിരിക്കും? ഏത് വിങ് ആയിരിക്കും? HRM ഡിപ്പാർട്ട്മെന്റ് അല്ലേ? HRM അല്ലെ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് അതെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. ഓറിയന്റേഷൻ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അറേഞ്ച് ചെയ്യുന്നത് HRM ആണ്. ഓക്കെ. പ്രൊമോഷൻ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ സ്കില്ല് നോളജ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിനായിട്ട് ചിലപ്പോഴെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു പ്രൊമോഷൻ ഒക്കെ കൊടുക്കുക എന്നുള്ളത്. പ്രൊമോഷൻ ഒക്കെ കൊടുക്കുക എന്ന് പറയുമ്പോൾ മെത്തഡത്തില് കുറച്ചും കൂടി കാര്യങ്ങൾക്ക് അവയർനെസ് ആയ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സണെ വേണ്ടി വരും അല്ലെ. ചിലപ്പോൾ കുറച്ച് ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്താൽ മതിയാവും അല്ലെ. അപ്പൊ അതിനനുസരിച്ചിട്ടായിട്ടുള്ള ഡെവലപ്മെന്റ് പ്രോഗ്രാംസുകളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതും ഈ HRM ഡിപ്പാർട്ട്മെന്റിന്റെ ഇതിൽ തന്നെ വരുന്നതാണ്. ദെൻ ലേ ഓഫ് ആൻഡ് റിട്രെൻച്ച്മെന്റ്. ലേ ഓഫ് ആൻഡ് റിട്രെൻച്ച്മെന്റ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ചിലപ്പോൾ ചില കമ്പനികളിലൊക്കെ അല്ലെ എപ്പോഴും സീസണൽ ആയിട്ടുള്ള ഒരു ബിസിനസ് ഒക്കെ ആണെങ്കിൽ ഫുൾ ടൈം അവർക്ക് എന്താണ് തൊഴിൽ കൊടുക്കാനായിട്ട് സാധിച്ചെന്ന് വരില്ല. അപ്പൊ ആ ടൈമുകളിലൊക്കെ ജീവനക്കാരെ എന്താണ് പോയാലും നെക്സ്റ്റ് വീണ്ടും അല്ലെ ആ ഒരു ടൈം ആവുമ്പോൾ ജീവനക്കാരെ കിട്ടുകയും വേണം. സോ അവർക്ക് എന്താണ് ചില റെമ്യൂണറേഷൻ അല്ലെ കുറച്ച് ഇൻസെന്റീവ്സ് ഒക്കെ കുറച്ച് പറഞ്ഞ് നിർത്തി അല്ലെ അവർ വീണ്ടും ഈ കമ്പനിയിലേക്ക് തക്ക വിധത്തിലൊക്കെ അറേഞ്ച് ചെയ്തൊക്കെ ഓടിക്കേണ്ടതുണ്ടാവും. അതേസമയം ഫുൾ ടൈം അവർക്ക് എംപ്ലോയി അല്ലെ അവരുടെ തൊഴിൽ വാഗ്ദാനം ചെയ്യാനുള്ള സൗകര്യങ്ങളും ഉണ്ടായിരുന്നു വരില്ല. എങ്കിലും ആ ഒരു കമ്പനിയിൽ നിന്ന് വിട്ടുപോകാതിരിക്കാനായിട്ടുള്ള റെമ്യൂണറേഷൻ നടപടികളൊക്കെ അവർ സ്വീകരിക്കേണ്ടതായിട്ടുണ്ടാവും. അതേപോലെ തന്നെ റിട്രെൻച്ച്മെന്റ് ചിലപ്പോഴൊക്കെ തൊഴിലാളികളൊക്കെ അല്ലെ അവിടെ അധികമായിട്ട് തോന്നുകയാണെങ്കിൽ ചിലപ്പോൾ പിരിച്ചുവിടേണ്ടൊക്കെ ആയിട്ട് വരും. ആ സമയത്തൊക്കെ ആണെങ്കിലും തൊഴിലാളികൾ അല്ലെ വീണ്ടും നമുക്ക് വേണമെങ്കിൽ അവരെ നേടിയെടുക്കത്തക്ക വിധത്തിലൊക്കെ അറേഞ്ച് ചെയ്ത് ഗവൺമെന്റ് അല്ലെ അവർക്ക് അനുസരിച്ചിട്ടുള്ള പേയ്മെന്റ്സ് ഒക്കെ കൊടുത്ത് വേണം അവരെ പറഞ്ഞിരിക്കാനായിട്ട്. സോ അതിനനുസരിച്ചുള്ള അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്യുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് വിങ് ആണ്. റെമ്യൂണറേഷൻ, ഇൻസെന്റീവ്, പ്രൊഡക്ടിവിറ്റി ഒക്കെ അപ്പൊ പലതരത്തിലും ഈ എംപ്ലോയിയുടെ ആ ഒരു ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കാനും അവർക്ക് ഇൻസെന്റീവ്സ് കൊടുക്കാൻ അങ്ങനെ ആ എംപ്ലോയിയുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് ആരാണ്? HRM അല്ലെ മാനേജ്മെന്റ് ആണ്, ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. സോ അതുകൊണ്ട് തന്നെയാണ് അതിനെ പറയുന്നത് ഇതൊരു വൈഡ് ആയിട്ടുള്ള സ്കോപ്പ് ആണ് അല്ലെ, വൈഡ് ആയിട്ടുള്ള ഒരു മേഖലയാണെന്ന് പ്രത്യേകമായിട്ട് വിശേഷിപ്പിക്കാൻ സാധിക്കും. ഓക്കെ അല്ലേ? അപ്പൊ ഒരു ഓർഗനൈസേഷനിലെ ഹ്യൂമൻ ബീയിങ് എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താണ് തൊഴിലാളി വരുന്നു, അവര് തൊഴിൽ ചെയ്യുന്നു, അവർക്ക് സാലറി കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ വളരെ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് തോന്നാം. പക്ഷെ അവരെ നന്നായിട്ട് അല്ല എഫേർട്ട് ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് പ്രസന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓക്കെ അതേമാതിരി തന്നെ ആ ഒരു കമ്പനിയിൽ അവര് നിലനിന്ന് പോകണമെങ്കിലൊക്കെ തീർച്ചയായിട്ടും അവർക്ക് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. സോ അത്തരം കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്ന വിങ് എന്ന് പറയുന്നത് ആരാണ്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് വിങ് ആണ്. ഓക്കെ അതാണ് ആ ഇൻട്രൊഡക്ഷനിൽ എടുത്തെടുത്ത് പറയുന്നത് എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ. അതൊരു വൈഡ് സ്കോപ്പാണ്. നമ്മള് ചിട്ടയായിട്ടുള്ള ഒരു ആസൂത്രണത്തോട് കൂടിയിട്ട് ഡയറക്റ്റ് ചെയ്ത് അല്ലെ കൺട്രോൾ ചെയ്തൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മാത്രമാണ് അതിന്റെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓരോ എംപ്ലോയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന മാക്സിമം നല്ല പെർഫോമൻസ് നേടിയെടുക്കാൻ അല്ലെങ്കിൽ അവരെ കമ്പനിയിൽ നിലനിർത്തി കൊണ്ടുപോകുന്നതിനൊക്കെ ആവശ്യമായിട്ട് ധാരാളം കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് വിങ് ആണ്. ഓക്കെയാണോ? സ്പീഡ് കൂടുതലായിട്ട് തോന്നുന്നുണ്ടോ?
ക്ലിയർ ആണോ? ഇല്ല. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഓക്കെയാണ്. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് മനസ്സിലാക്കി പോകാം എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് വിങ് എന്താണെന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കാം. നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് എന്താണ്? മോഡൽ ഓഫ് HR അല്ലെ. അവിടെ വ്യത്യസ്ത മോഡലുകളുണ്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫോം ബ്രൗൺ മോഡലാണ്. ദെൻ സെക്കൻഡ് വൺ ഹാർവാർഡ് മോഡല്. ദെൻ തേർഡ് ഗസ്റ്റ് മോഡല്. ദെൻ വാർവിക് മോഡൽ. അതായത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നുള്ളത് നമുക്ക് ഏകദേശം അല്ലെ ഒരു ഐഡിയ കിട്ടി. കാരണം നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് പോയാൽ മാത്രമാണ് നമുക്കറിയാം ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ അതനുസരിച്ചിട്ട് നോക്കാം. ഫോം ബ്രൗൺ മോഡലിലും ഹാർവാർഡ് മോഡലിലും ഗസ്റ്റ് മോഡലിലും വാർവിക് മോഡലിലൊക്കെ എന്താണ് പ്രത്യേകമായിട്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനെ വിശേഷിപ്പിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ വന്നിട്ടുണ്ട്. ഏതൊക്കെ നമ്മുടെ ടെസ്റ്റിൽ ഏതൊക്കെ മോഡലാണ് പരാമർശിച്ചത്, എന്തെങ്കിലും മോഡൽ പെടാത്തതുണ്ടോ എന്നൊക്കെയുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ അതുകൊണ്ട് അത് മസ്റ്റായിട്ടും ഈ 4 മോഡലുകളുടെ പേരുകൾ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. എന്താണ്? ഫസ്റ്റ് വൺ ഫോം ബ്രൗൺ മോഡല്, ദെൻ സെക്കൻഡ് വൺ ഹാർവാർഡ് മോഡല്, ദെൻ ദ ഗസ്റ്റ് മോഡല്, ദ വാർവിക് മോഡല്. അങ്ങനെ 4 മോഡലാണ് നമ്മുടെ ടെസ്റ്റില് പ്രത്യേകമായിട്ട് പരാമർശിച്ചിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ആ മോഡലുകളുടെ പേരുകള് മെമ്മറിയിലേക്ക് വരുന്നുണ്ടോ? ഓക്കെ, അപ്പോ ഓരോ മോഡലിലും എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. എന്താണ് ഫോം ബ്രൗൺ മോഡലിൽ പറയുന്നത്? The 4 functions are selection, appraisal, development and rewards. These 4 constituent components of HRM and are expected to contribute to organizational effectiveness. അതായത് നമ്മൾ പറഞ്ഞു അവിടെയുള്ള ഹ്യൂമൻ റിസോഴ്സിനെ നല്ല എഫക്റ്റീവ് ആയിട്ട് അല്ലെ നല്ല പെർഫോമൻസിലേക്ക് കൊണ്ടുവരണം. അതാണ് പ്രധാനപ്പെട്ട ഡ്യൂട്ടി അല്ലെ. ആ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ എംപ്ലോയിയെ മാക്സിമം പെർഫോം ചെയ്യാനായിട്ടുള്ള തലത്തിലേക്ക് എത്തിക്കുക അല്ലെ. അപ്പൊ ഇവിടെ ഈ ഒരു ഫോം ബ്രൗൺ മോഡലിൽ എടുത്ത് പറയുന്നത് 4 ഫങ്ഷൻസുകളാണ് പ്രാധാന്യം കൊടുത്ത് പറയുന്നത്. അതായത് നമ്മള് എംപ്ലോയിനെ കണ്ടെത്തുമ്പോൾ അല്ലെ റിക്രൂട്ട്മെന്റ് കാര്യങ്ങളൊക്കെ നടത്തി അവരെ സെലക്ട് ചെയ്ത് അല്ലെ അങ്ങനെ സെലക്ട് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്ന തലം വരെയും അല്ലെ ആ സെലക്ഷൻ അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് സെലക്ഷൻ നടത്തുന്ന സമയങ്ങളിലെല്ലാം തന്നെ നല്ല ഒരു എംപ്ലോയി അനുയോജ്യമായിട്ടുള്ള പേഴ്സണെ തന്നെ ഏത് ജോലിയാണോ ആ ജോലിക്ക് അനുയോജ്യമായിട്ടുള്ള പേഴ്സണെ തന്നെ സെലക്ട് ചെയ്യും. ഓക്കെ, നല്ല രീതിയിൽ നല്ല അനുയോജ്യമായിട്ടുള്ള പേഴ്സണെ സെലക്ട് ചെയ്താൽ എന്താ പ്രത്യേകത? നമുക്കറിയാം ആ ഡ്യൂട്ടി അവർ ചെയ്യാനായിട്ട് അല്ലെ നല്ല യോഗ്യനായ വ്യക്തിയായിരിക്കും. സോ അവരെ നല്ല മാക്സിമം എഫോർട്ടോട് കൂടിയിട്ട് വർക്ക് ചെയ്യുകയും അതിനനുസരിച്ചിട്ട് റിസൾട്ട് നേടിയെടുക്കാൻ സാധിക്കും. നമ്മൾ റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്തി സെലക്ട് ചെയ്യുമ്പോൾ റോങ് ആയിട്ടുള്ള ഒരു പേഴ്സണെയാണ്, അതായത് ഇച്ചിരി ക്വാളിഫിക്കേഷൻ കുറയുന്നതോ ആ ജോലിക്ക് അനുയോജ്യമല്ലാത്ത ഒരു പേഴ്സണെയാണ് നമ്മൾ കണ്ടെത്തണമെങ്കിൽ എന്താണ് നമുക്കറിയാം അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് മോശമായിരിക്കും അല്ലെ. അപ്പൊ സെലക്ഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് ഫോം ബ്രൗൺ മോഡലിൽ എടുത്ത് പറയുന്നത്. അപ്രൈസൽ അവരെ വിലയിരുത്തുക അല്ലെ. തീർച്ചയായിട്ടും നമുക്കറിയാം അവർക്ക് അല്ലെ ഓരോ എംപ്ലോയിയും അവർ പെർഫോം ചെയ്യുമ്പോൾ നല്ല രീതിയിൽ വിലയിരുത്തണം. ഇൻ കേസ് അവർ പെർഫോം ചെയ്യുന്നത് റോങ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കൺട്രോളിങ് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം അല്ലെ. സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് അവർക്ക് ആക്ച്വൽ പെർഫോമൻസ് എത്താൻ പറ്റിയില്ലെങ്കിൽ അതായത് നേരത്തെ നിശ്ചയിച്ചതനുസരിച്ചിട്ടുള്ള പെർഫോമൻസിലേക്ക് പേഴ്സൺസിന് പറ്റിയില്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള നടപടികളൊക്കെ സ്വീകരിക്കണം അല്ലെ. അപ്പൊ അവരെ വിലയിരുത്തുന്ന എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഡെവലപ്മെന്റ് തീർച്ചയായിട്ടും നമുക്കറിയാം അവരെ വിലയിരുത്തി കഴിയുമ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലും മോശങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെ അവരെ ആ ഒരു ഡ്യൂട്ടി ചെയ്യുന്നതിൽ ഏബിൾ അല്ലാത്തതാണ് എന്ന് കണ്ടെത്തിയാൽ നമുക്കറിയാം അതിനനുസരിച്ചിട്ടുള്ള ട്രെയിനിങ് അവർക്ക് കൊടുക്കണം അല്ലെ. ട്രെയിനിങ് കൊടുക്കുമ്പോൾ എന്താ പ്രത്യേകത? അവരുടെ സ്കില്ല് നോളജ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഒരു വ്യക്തിയെ ഏതോ ഒരു എംപ്ലോയിയെ സെലക്ട് ചെയ്യുന്നതിൽ പ്രധാനമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ദെൻ അവരെ വിലയിരുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ദെൻ അവർക്ക് ആവശ്യമായിട്ടുള്ള ഡെവലപ്മെന്റ് കാര്യങ്ങൾ അല്ലെ അവരുടെ സ്കില്ല് നോളജ് വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അത് മാത്രമല്ല ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത് റിവാർഡ്സ് അല്ലെ. അവർ നന്നായിട്ട് പലത്തെ പെർഫോമൻസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള അംഗീകാരങ്ങൾ കൊടുക്കണം. ചിലപ്പോൾ സാലറി കൂട്ടി കൊടുക്കുകയായിരിക്കും, ചിലപ്പോൾ മറ്റേതെങ്കിലും രീതിയിൽ അല്ലെ അവരെ
എന്താണ് കമ്പനിയിൽ മറ്റുള്ളവരുടെ ഇടയിൽ നല്ലൊരു പേര് ഉണ്ടാക്കി തക്ക വിധത്തിലുള്ള അപ്രീസിയേഷൻ അവരെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കൊടുക്കണം അല്ലെ. ആ ഒരു റിവാർഡ്സും കൂടി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ആ എംപ്ലോയി എന്ത് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്, നല്ല മാക്സിമം എഫേർട്ടോട് കൂടിയിട്ട് പെർഫോം ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇദ്ദേഹത്തിന്റെ അല്ലെ ഈ ഫോർബ്ര മോഡലിന്റെ അഭിപ്രായത്തിൽ എന്താണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്, സെലക്ഷൻ, അപ്രൈസൽ, ഡെവലപ്മെന്റ് ആൻഡ് റിവാർഡ്സ്. ഓക്കെ, 4 ഫങ്ഷൻസിനെയാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്, സെലക്ഷൻ, അപ്രൈസൽ, ഡെവലപ്മെന്റ് ആൻഡ് റിവാർഡ്സ്. അത് 4 ഒന്ന് നോട്ട് ചെയ്യാം. എന്താണ് ഫോർബ്ര മോഡലിൽ ഫോക്കസ് ചെയ്തിരിക്കുന്ന 4 ഫങ്ഷൻസ്. Okay, these 4 constituent components of HRM are expected to contribute to organizational effectiveness. അപ്പൊ ഓർഗനൈസേഷൻ നല്ല പ്രവർത്തനക്ഷമമാക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവർക്ക് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അവർക്ക് നിന്ന് നല്ല സംഭാവന അല്ലെ, ഓരോ എംപ്ലോയി നല്ല മാക്സിമം എഫോർട്ടോട് കൂടിയിട്ട് പെർഫോം ചെയ്യും എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയുന്നത്. ഓക്കെ അല്ലേ, 4 ഫങ്ഷൻസ് ഓർത്ത് വെക്കുക, സെലക്ഷൻ, അപ്രൈസൽ, ഡെവലപ്മെന്റ് ആൻഡ് റിവാർഡ്സ്. അതിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ഓരോ എംപ്ലോയിയെയും കൈകാര്യം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെക്കുകയും ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഓക്കെ ആണോ? ഫോർബ്ര മോഡൽ എന്താണ് വിശേഷിപ്പിച്ചെന്നുള്ളത്? ഓക്കെ ആണോ? ക്ലിയർ ആയോ? ഓക്കെ, 4 ഫങ്ഷൻസ് ഒന്ന് ഓർത്ത് നോക്കിയേ. എന്തൊക്കെ ഫങ്ഷൻസ് ആണ്? ക്ലിയർ ആണ്? ആ ഫങ്ഷൻസ് ഒന്ന് ഓർത്ത് നോക്കാം. കാരണം ഹാർവാർഡ് മോഡലിലും കുറച്ച് ഇതുകളുണ്ട്, മാറിപ്പോവാതിരിക്കാൻ ശ്രമിക്കണം. ഫോർബ്ര മോഡലില് എന്ത് ഫങ്ഷൻസിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്? ഫസ്റ്റ് വൺ ഓർത്ത് പോവുക. ഫസ്റ്റ് വൺ എന്താണ്? ഫസ്റ്റ് ഫങ്ഷൻ മെസ്സേജ് അയക്കാം, അപ്പൊ നിങ്ങൾക്ക് പഠിച്ചു പോവാലോ ആ ടൈമിൽ തന്നെ. ഓക്കെ, ഫസ്റ്റ് വൺ സെലക്ഷൻ, then സെക്കൻഡ് വൺ അടുത്ത് പോവാട്ടോ. ഫോർബ്ര മോഡലില് 4 ഫങ്ഷൻ ആണ്. ഫസ്റ്റ് വൺ സെലക്ഷൻ, സെക്കൻഡ് വൺ അപ്രൈസൽ, തേർഡ് വൺ ഓക്കെ ടൈപ്പ് ചെയ്ത് പോവാ ഡെവലപ്മെന്റ്, then ഫോർത്ത് വൺ റിവാർഡ്സ്. ഓക്കെ, 4 ഫങ്ഷൻ ഓർമ്മയിലുണ്ട് അല്ലേ? യെസ്. അപ്പോ ഓർത്ത് വെക്കുക, ഫോർബ്ര മോഡലില് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്ന 4 ഫങ്ഷൻസ് ആണ് സെലക്ഷൻ, അപ്രൈസൽ, ഡെവലപ്മെന്റ് ആൻഡ് റിവാർഡ്സ്. നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ്. ഓക്കെ, 4 മോഡൽ ഉണ്ടെന്നുള്ളതും ഓർത്ത് വെക്കുക. എന്താണ് ഫോർബ്ര മോഡല്? ആൻഡ് സെക്കൻഡ് വൺ ഹാർവാർഡ് മോഡല്, തേർഡ് വൺ ഗസ്റ്റ് മോഡല്, then the Warwick model. Okay. Okay അല്ലേ? സെക്കൻഡ് മോഡലിലേക്ക് പോകാം. കണ്ടിന്യൂ ചെയ്യാലോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. ദ ഹാർവാർഡ് മോഡൽ. ഹാർവാർഡ് മോഡൽ എന്താ പറയുന്നത്? One of the most significant and most influential model of HR ആണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതും അതായത് എപ്പോഴും അല്ലെ അനുയോജ്യമായിട്ടെന്ന് തോന്നുന്ന ഒരു മോഡലാണ് എന്തെന്ന് പറയുന്നത്, ഹാർവാർഡ് മോഡല്. The Harvard model was initially developed by several experts led by Mikhail Beer in 1984 at Harvard University. ഓക്കെ, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം. അതായത് ഹാർവാർഡ് മോഡല് അത് എങ്ങനെയാ ഡെവലപ്പ് ചെയ്ത, ഒരുപാട് എക്സ്പേർട്സിന്റെ സാന്നിധ്യത്തിലാണ് അത് ഡെവലപ്പ് ചെയ്തെടുത്തത്. തീർച്ചയായിട്ടും അതിന്റെ ലീഡർ എന്ന് വിശേഷിപ്പിക്കുന്ന ആരാണ്? മിഖായൽ ബിയർ ആണ്. അത് 1984 അല്ലെ, ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ആണ് അത് ഡെവലപ്പ് ചെയ്തെടുത്തത്. ജസ്റ്റ് ആ ഇയർ നോട്ട് ചെയ്യാം. 1984 ആ ലീഡർഷിപ്പ് അല്ലെ, ലീഡർ ആരായിരുന്നു? മിഖായൽ ബിയർ ആണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം എക്സ്പേർട്സുകളാണ് ഈ ഹാർവാർഡ് മോഡൽ ഡെവലപ്പ് ചെയ്തെടുത്തത്, വികസിപ്പിച്ച് എടുത്തത്. ഓക്കെ അല്ലെ? ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് വന്നാലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാലോ. 1984 ഓർത്ത് വെക്കുക. അദ്ദേഹത്തിന്റെ ആ ഒരു മോഡലിന്റെ ലീഡർ എന്ന് പറയുന്നത് മിഖായൽ ബിയർ ആണെന്ന് ഓർത്ത് വെക്കുക. ദെൻ യൂണിവേഴ്സിറ്റി ആണെങ്കിലും ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ആണെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ അവരിൽ നിന്ന് ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്ന മോഡലാണ് ഹാർവാർഡ് മോഡല്.
ഇനി ആ മോഡൽ എന്താ പറയണേന്ന് നോക്കാം. The Harvard model is operating with 5 significant components: situational factors, stakeholder interest, HRM policies, HRM outcomes, and long-term consequence the organization is set out to accomplish. ഓക്കെ, ഇദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ചെറിയൊരു പോയിന്റുകൾ വെച്ചിട്ടുള്ളൂ, പക്ഷെ മനസ്സിലാക്കി എടുക്കാൻ ഇച്ചിരി വലുതാണ്. അതായത് അദ്ദേഹം പറയുന്നത് അല്ലെ, അവരുടെ നേതൃത്വത്തില് എന്താണ് മിഖാൽ ബിയറിന്റെ നേതൃത്വത്തിലുള്ള സയന്റിസ്റ്റുകൾ അല്ലെ, ഗവേഷകര് ഡെവലപ്പ് ചെയ്തെടുത്തതിൽ പറയുന്നത് പ്രധാനമായിട്ടുള്ള കമ്പോണൻസിൽ ഫസ്റ്റ് വൺ സിറ്റുവേഷൻ ഫാക്ടേഴ്സ് ആണ്. എന്താണ് സിറ്റുവേഷൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്? അതായത് നമുക്കറിയാം ഒരു അല്ലെ ഒരു കമ്പനി ആണെങ്കിലും ഒരു ഓർഗനൈസേഷൻ ഫേം എന്ത് ആയിക്കോട്ടെ അല്ലെ, ഏത് തരത്തിലുള്ള വ്യവസായ സംരംഭം ആയിക്കോട്ടെ, അവിടെ നമുക്കറിയാം ഒരു തന്ത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്തിട്ടായിരിക്കും അവര് ഏതെങ്കിലും ഒരു കാര്യം, സർവീസ് ഓറിയന്റഡ് ആയിക്കോട്ടെ, പ്രൊഡക്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആയിക്കോട്ടെ, അവര് ഇന്റേണൽ ആയിട്ടുള്ള ഒരു സാംസ്കാരിക ചട്ടക്കൂടിന്റെ ബേസിൽ അല്ലെ, തന്ത്രപരമായിട്ടുള്ള തീരുമാനങ്ങളുടെ ഒക്കെ ബേസിലായിരിക്കും അവര് ഒരു കാര്യം ഒരു പ്ലാൻ വന്നിരിക്കുന്നത് അല്ലെ, ഒരു ചിന്തയിലേക്ക് എത്തിയിരിക്കുന്നത്, ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ആ ഒരു സ്ട്രക്ചറിലേക്ക് വരുന്നത്. അതേമാതിരി തന്നെ നമുക്കറിയാം അവിടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള കുറച്ച് ഘടകങ്ങൾ കൂടിയുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പ്ലാൻ ചെയ്തിരിക്കുന്ന സ്ട്രക്ചർ അനുസരിച്ചിട്ട് കമ്പോളത്ത് അല്ലെ മാർക്കറ്റിൽ നമുക്ക് ഈ പ്രോഡക്റ്റ് ആണെങ്കിലും സർവീസ് ആണെങ്കിലും വിപണനം ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, നമ്മൾ എന്താണോ ആലോചിച്ച് അല്ലെ ആസൂത്രണം ചെയ്തിരിക്കുന്ന ഒരു ബിസിനസ്, ആ ബിസിനസ് തീർച്ചയായിട്ടും മാർക്കറ്റ് കീഴടക്കിയില്ലെങ്കിൽ അതുകൊണ്ട് നേട്ടം ഉണ്ടാവുമോ? നമ്മൾ സർവീസ് ആയിക്കോട്ടെ, നമ്മളൊരു ട്യൂഷൻ സെന്റർ ഇടാണ് അല്ലെ, അവിടെ കുട്ടികൾ വന്നില്ല എങ്കിൽ അതിൽ നേട്ടം ഉണ്ടാവുമോ? ഹോസ്പിറ്റൽ അല്ലെ, എന്താണെങ്കിലും അവിടെ നേട്ടം ഉണ്ടാവണമെങ്കിൽ മാർക്കറ്റ് അത് അല്ലെ കമ്പോളത്തിൽ അത് വിപണനം ചെയ്യും. അത് പ്രൊഡക്റ്റ് ആണെങ്കിലും നമ്മൾ എന്ത് സാധനം ഉത്പാദിപ്പിച്ചാലും തീർച്ചയായിട്ടും മാർക്കറ്റിൽ അത് വിപണനം ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ അത്തരത്തില് നമുക്കറിയാം 2-3 അല്ലെ ഫാക്ടേഴ്സുകൾ, ഘടകങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് സിറ്റുവേഷൻ ഫാക്ടേഴ്സ്. സിറ്റുവേഷൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇന്റേണൽ ആയിട്ടുള്ള സ്ട്രക്ചർ ആണെങ്കിലും മാർക്കറ്റ് അല്ലെ മാർക്കറ്റ് സ്ട്രക്ചർ ഒക്കെ ആണെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് രൂപകൽപ്പന ചെയ്താൽ അത് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് മാർക്കറ്റില് വിപണനം ചെയ്യാൻ പറ്റും. സർവീസ് ആണെങ്കിലും പ്രോഡക്റ്റ് ആണെങ്കിലും അത് മാർക്കറ്റ് കീഴടക്കാൻ പറ്റുന്നതാണോ എന്ന് ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതുണ്ട് അല്ലെ. അത് പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ ആയിട്ടാണ് ഇവിടെ പറയുന്നത് സിറ്റുവേഷൻ ഫാക്ടേഴ്സ്. ക്ലിയർ ആണോ? എന്താണ് സിറ്റുവേഷൻ ഫാക്ടേഴ്സ് എന്ന് നിങ്ങൾ ഡീപ്പായിട്ടൊന്നും പഠിക്കേണ്ടതില്ല അല്ലെ. അഡീഷണൽ പുറമേ നിന്നൊന്നും ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല, പക്ഷെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. സിറ്റുവേഷൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇന്റേണൽ ആയിട്ടും എക്സ്റ്റേണൽ ആയിട്ടുള്ള ഘടകങ്ങൾ. അതായത് എക്സ്റ്റേണൽ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ മാർക്കറ്റും കാര്യങ്ങളൊക്കെ അല്ലെ ലീഗൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൈകാര്യം ചെയ്യും. നമ്മളിപ്പോ ഒരു സ്ഥാപനം തുടങ്ങിയാണ്, അതിന് ലീഗലായിട്ടുള്ള കുറെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ അല്ലെ. ചിലപ്പോ ആ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് അവിടെ പെർമിഷൻ അല്ലെ കിട്ടിയാൽ മാത്രമാണ് അത് സ്റ്റാർട്ട് ചെയ്ത് എന്താണ് രൂപകൽപ്പന തന്നെ ചെയ്യാനായിട്ട്. ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷന് വരെ നമുക്കറിയാം എന്താണ് നിയമപരമായിട്ടുള്ള ചട്ടക്കൂടുകളുണ്ട് അല്ലെ. അതിന്റെയൊക്കെ പെർമിഷൻ കിട്ടിയാൽ മാത്രമാണ് അത് സ്ഥാപിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ എന്താണ് എക്സ്റ്റേണൽ ആയിട്ടുള്ള കുറെ ഘടകങ്ങൾ ഈ ഒരു ബിസിനസിനെ ആശ്രയിക്കുന്നുണ്ട്. ശരിയല്ലേ അല്ലേ? ഓക്കെ, ഇപ്പൊ മാർക്കറ്റ് അല്ലെങ്കിൽ ലീഗൽ ആയിട്ടുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സുകൾ, ദെൻ ഇന്റേണൽ സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദെൻ അതേപോലെ തന്നെ സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഇൻഡസ്ട്രി ആവുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് ആ ഒരു ഇൻഡസ്ട്രിയിൽ തൊഴിലുടമയുണ്ട്. തൊഴിലുടമയെ സപ്പോർട്ട് ചെയ്യാനായിട്ടായിരിക്കും മാനേജ്മെന്റ് അവിടെ പ്രവർത്തിക്കുന്നത്. എംപ്ലോയി ഉണ്ട്, തൊഴിലാളികളുണ്ട്. തൊഴിലാളികൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ബാർഗെയിൻ ചെയ്യാനായിട്ടുള്ള പവർ കുറയുമ്പോൾ അവര് യൂണിയന്റെ ഒക്കെ സപ്പോർട്ട് തരും അല്ലെ. മിക്കവാറും കമ്പനികളിലൊക്കെ യൂണിയനുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ടാവില്ലേ ഇല്ലേ? യൂണിയന് ആ യൂണിയന്റെ മെമ്പറാണ് ഈ യൂണിയന്റെ മെമ്പറാന്നൊക്കെ കേൾക്കാറില്ലേ ഇല്ലേ? നമ്മളാണെങ്കിലും ഒരു തൊഴിലാണെങ്കിൽ അറിയാൻ സാധിക്കും ഏതെങ്കിലും യൂണിയന്റെ മെമ്പർ ആയിരിക്കും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് ഒരു ഓർഗനൈസേഷൻ ആവുമ്പോൾ തൊഴിലുടമയുണ്ട്, തൊഴിലുടമയ്ക്ക് സപ്പോർട്ട് ചെയ്ത് മാനേജ്മെന്റ് ഉണ്ട്, തൊഴിലാളികളുണ്ട്, തൊഴിലാളികളെ സപ്പോർട്ട് ചെയ്ത് യൂണിയനുകളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ ഇവരെല്ലാം തന്നെ എന്താണ് ഭയങ്കര കോൺഫ്ലിക്ട്സുകൾ തർക്കങ്ങളൊക്കെ ഉണ്ടാക്കി മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഓർഗനൈസേഷന് നിലനിൽപ്പുണ്ടാവുമോ? ഇല്ല അല്ലെ. എല്ലാവരും തന്നെ നല്ലൊരു ഒറ്റക്കെട്ടായിട്ട് മുന്നേറേണ്ടതുണ്ട്. മാനേജ്മെന്റ്, തൊഴിലുടമയും തൊഴിലാളികളും യൂണിയനുകളൊക്കെ ആയിട്ട് ഐക്യത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോയാൽ മാത്രമാണ് ഓർഗനൈസേഷന് നല്ല രീതിയിൽ ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കും.
സോ സിറ്റുവേഷൻ ഫാക്ടേഴ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ഒപ്പം തന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഇൻട്രസ്റ്റുകൾ അല്ലെ, അവിടെയുള്ള മെമ്പേഴ്സ്, അവിടെയുള്ള എംപ്ലോയറൊക്കെ ഇൻട്രസ്റ്റുകളെല്ലാം തന്നെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അവർക്ക് താല്പര്യപൂർവ്വമായിട്ടുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് മുന്നോട്ട് വരും. തീർച്ചയായിട്ടും തൊഴിലുടമ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ക്യാപിറ്റൽ അനുസരിച്ചിട്ട് റിട്ടേൺ അവരെ പ്രതീക്ഷിക്കുമ്പോൾ തൊഴിലാളി അവര് വർക്ക് ചെയ്യുന്ന അനുസരിച്ചിട്ടുള്ള റിട്ടേൺ അവരും പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അവരവരുടെ ഇൻട്രസ്റ്റുകൾക്ക് അനുയോജ്യമായിട്ടുള്ള തീരുമാനങ്ങൾ അവിടെ എടുത്ത് മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ്. സോ സിറ്റുവേഷൻ ഫാക്ടേഴ്സ് ഒരു ഘടകമാണെങ്കിലും സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പോളിസീസ് നമുക്കറിയാം, തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കൊക്കെ നല്ല ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടായിരിക്കും കുറെ നയങ്ങളൊക്കെ രൂപീകരിക്കുന്നത് അല്ലെ. അപ്പൊ ഈ HRM പോളിസികളൊക്കെ തീർച്ചയായിട്ടും ഈ നയങ്ങളൊക്കെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രൂപീകരണമാണ് ഈ പോളിസികളൊക്കെ. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം, റിക്രൂട്ട്മെന്റ് മുതൽ ആ തൊഴിലാളികള് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത് വരേക്കും കുറെ നയങ്ങളൊക്കെ രൂപീകരിക്കുന്ന ആരാണ്? HRM ഡിപ്പാർട്ട്മെന്റ് ആണ്. സോ അവരെന്ത് ചെയ്യും? ആ വ്യക്തമായിട്ടുള്ള നല്ല നയങ്ങളെ രൂപീകരിച്ചാൽ മാത്രമാണ് ആ കമ്പനിക്ക് ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കുള്ളൂ അല്ലെ. റിക്രൂട്ട്മെന്റ് തലത്തില് റോങ് ആയിട്ടുള്ള ചില പോളിസികളൊക്കെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് വരണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അതിന്റെ പരിണത ഫലം അല്ലെ, ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറയുന്നത് റോങ് ആയിട്ടുള്ള എംപ്ലോയി ആയിരിക്കും അവിടെ പോസ്റ്റ് ചെയ്യുന്നത്. സോ ആ പോളിസികളെല്ലാം തന്നെ നല്ല രീതിയിൽ ആസൂത്രണം ചെയ്തിട്ടുള്ള പോളിസികളായിരിക്കും. അതും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് അല്ലെ. എടുക്കുന്ന നയങ്ങളെല്ലാം നല്ല പൂർണ്ണമായിട്ടും നല്ല വ്യക്തമായിട്ടും അല്ലെ അതിന് ആ ഒരു ഓർഗനൈസേഷന് ഗുണം ചെയ്യുന്ന നയങ്ങളായിരിക്കും. HRM ഔട്ട്കംസ്. എന്താണ് HRM ഔട്ട്കംസ് എന്ന് പറയുന്നത്? അതായത് നമ്മൾ ഈ പറഞ്ഞ നയങ്ങളും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തതനുസരിച്ചിട്ടാണ് എംപ്ലോയീസിനൊക്കെ കണ്ടെത്തുകയൊക്കെ ചെയ്യുന്നത്. ദെൻ അവർക്ക് ആവശ്യമായിട്ടുള്ള സ്കില്ലും നോളജും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ട്രെയിനിങ്ങും ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഒക്കെ സംഘടിപ്പിക്കണം അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് തന്നെ മുന്നോട്ട് പോകണം. ഓക്കെ, കുറെ എംപ്ലോയിനെ കണ്ടെത്തി അവരെ പോസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല അല്ലെ. അവരുടെ പെർഫോമൻസ് ഒക്കെ ഇവാലുവേറ്റ് ചെയ്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. ഓക്കെ, തീർച്ചയായിട്ടും അതിനോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ലോങ് ടേം കോൺസിക്വൻസ് അല്ലെ. ഫ്യൂച്ചറിൽ വരാവുന്ന ചലഞ്ചസിനെയും നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതെല്ലാം കൺസിഡർ ചെയ്ത് നല്ലൊരു കാര്യത്തോട് കൂടിയിട്ടാണ് മുന്നോട്ട് പോകണമെങ്കിൽ ഓർഗനൈസേഷന് ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കും. അപ്പൊ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അതായത് എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. സിറ്റുവേഷൻ ഫാക്ടേഴ്സിനെ കുറിച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കണം. സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റ്, ദെൻ HRM പോളിസികൾ, HRM ഔട്ട്കംസ്, ദെൻ ആൻഡ് ലോങ് ടേം കോൺസിക്വൻസ് വരുന്ന വെല്ലുവിളിയെ കൂടി അല്ലെ, ഫ്യൂച്ചറിൽ വരാവുന്ന ആ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ കൂടി അറേഞ്ച് ചെയ്ത് മുൻകൂട്ടി കണ്ടെത്തിയിട്ട് കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് പോവുകയാണെങ്കിൽ ഓർഗനൈസേഷൻ ഈസ് സെറ്റ് അപ് ടു അക്കംപ്ലിഷ്, അവർക്ക് നല്ല രീതിയിൽ അക്കംപ്ലിഷ് ചെയ്യുക അല്ലെ, ഗോൾസുകളൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഹവാർഡ് മോഡല് എന്തെങ്കിലും ഐഡിയ കിട്ടിയോ? ഹവാർഡ് മോഡലില് കുറച്ച് കമ്പോണൻസ് ഉണ്ട്, അത് ഓർത്ത് വെക്കുക. സിറ്റുവേഷൻ ഫാക്ടേഴ്സ്, അതായത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സുകളാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലെ, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു കമ്പനിയിലുള്ള എംപ്ലോയർ, എംപ്ലോയി, യൂണിയന്, മാനേജ്മെന്റ് അല്ലെ, അവരുടെയൊക്കെ ഇൻട്രസ്റ്റുകൾ അവരെല്ലാം ഒറ്റക്കെട്ടായിട്ട് റോങ് ആയിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലെ അവിടെ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് അല്ലെ, അവിടെ തർക്കങ്ങൾ, കോൺഫ്ലിക്ട്സുകൾ വരാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. സോ അവരെല്ലാം ഒറ്റക്കെട്ടായിട്ട് മുന്നേറണമെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റുകൾക്ക് പ്രാധാന്യം കൊടുക്കണം. HRM പോളിസികൾ, നയങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ ആസൂത്രണം ചെയ്ത പോളിസികളായിരിക്കണം. അതോടൊപ്പം തന്നെ HRM ഔട്ട്കംസ്, തീർച്ചയായിട്ടും ഈ പോളിസികൾക്കെല്ലാം അനുസൃതമായിട്ട് തന്നെ അവരുടെ ഔട്ട്കംസ് വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ട് അല്ലെ, അവരുടെ സ്കില്ല് നോളജ് വികസിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. ലോങ് ടേം കോൺസിക്വൻസ് അല്ലെ, വരാവുന്ന ഫ്യൂച്ചറിനെയും കൂടി ഫേസ് ചെയ്തിട്ട് അതും കൂടി മനസ്സിലാക്കിയിട്ടായിരിക്കണം അല്ലെ അവിടെ ആസൂത്രണങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഓർഗനൈസേഷന് അതിൻ്റെതായിട്ടുള്ള ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ എന്താണ് ഫോർമുല മോഡലിൽ നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞു സെലക്ഷൻ ആൻഡ് പ്രൈസൽ ഡെവലപ്മെന്റ് ആൻഡ് റിവാർഡ്സ്, എംപ്ലോയിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ അല്ലെ. അപ്പോ അവിടെ ആ ഒരു 4 കമ്പോണൻസ്, 4 ഫങ്ഷൻസിന് പ്രാധാന്യം കൊടുത്തിട്ടാണ് ഓർഗനൈസേഷൻ എഫക്റ്റീവ് ആയിട്ട് മുന്നേറാനായിട്ട് സാധിക്കുമെന്ന് പറയുന്നതെങ്കിൽ അവാർഡ് മോഡലിൽ നമുക്കറിയാം
അല്ലെ? അവിടെ സിഗ്നിഫിക്കന്റ് കമ്പോണൻസിൽ കുറച്ചും കൂടി കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സിറ്റുവേഷൻ ഫാക്ടേഴ്സ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റ്, HRM പോളിസികൾ, HRM ഔട്ട്കംസ് ആൻഡ് ലോങ് ടേം കോൺസിക്വൻസ് ദ ഓർഗനൈസേഷൻ ഈസ് സെറ്റ് ഔട്ട് ടു അക്കോംപ്ലിഷ്. ക്ലിയർ ആണോ? കേൾക്കേണ്ട നിങ്ങൾ വിചാരിക്കും അല്ലെ ഫസ്റ്റ് പേജിന് ഇത്ര ടൈം എടുത്തു എന്ന്. അത് നമുക്കറിയാം, ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിലെ എല്ലാം ചെറിയ ക്ലിയർ ആണ്. ചെറിയ പോയിന്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇലാബറേറ്റ് അല്ലെ, ചിലർക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുമായിരിക്കും. കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ഒക്കെ എടുക്കുന്നവർക്കൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് നോക്കിയാണ്. കുറച്ചും കൂടി പേർക്കൊക്കെ കുറച്ചും കൂടി അല്ലെ മനസ്സിലാക്കി എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, എനിവേ എല്ലാവർക്കും ക്ലിയർ അല്ലേ? ആർക്കെങ്കിലും മനസ്സിലാവാത്ത ഏതെങ്കിലും ഭാഗങ്ങളുണ്ടോ? ക്ലിയർ ആണ്. ഓക്കെ, ഇവിടെ മാർക്ക് ചെയ്യേണ്ട കുറച്ച് ഭാഗങ്ങൾ കൂടി നോക്കുക. എന്താണ് നമ്മൾ ഇയർ പറഞ്ഞു, ലീഡറിന്റെ പേര് പറഞ്ഞു, ദെൻ അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി നോട്ട് ചെയ്യാം. ദെൻ എന്താണ് ഫാക്ടേഴ്സുകൾ ഒന്ന് നോക്കുക. കമ്പോണൻസ് അല്ലെ, സിഗ്നിഫിക്കൻസ് കമ്പോണൻസിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് പറഞ്ഞത്? നിങ്ങളൊന്ന് മെസ്സേജ് അയച്ച് പഠിച്ചു പോവുക. ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ്, ഏതൊക്കെ കമ്പോണൻസ് ആണ്? സിറ്റുവേഷൻ ഫാക്ടേഴ്സ്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റ്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഇതൊന്നും ഡീപ്പായിട്ടൊന്നും ചോദിക്കില്ല കേട്ടോ. ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇച്ചിരി എലാബറേറ്റ് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, HRM പോളിസികള്, HRM ഔട്ട്കംസ്, ലോങ് ടേം കോൺസിക്വൻസസ് അല്ലെ, ഫ്യൂച്ചറിൽ വരാവുന്ന വെല്ലുവിളികൾ. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ഓക്കെ അതൊന്ന് ഓർത്ത് വെക്കുക. അത് മാറിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഹവാർഡ് മോഡലിൽ പറഞ്ഞിരിക്കുന്ന കമ്പോണൻസ് ഇതൊക്കെയാണ്. ഫോർവേഡ് മോഡലിലും പറഞ്ഞിരിക്കുന്ന ഫങ്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് മാറിപ്പോവാതിരിക്കാനായിട്ട് ശ്രമിക്കും. ഫസ്റ്റ് അല്ലെ, നമ്മുടെ ഇൻട്രൊഡക്ഷന്റെ ഫസ്റ്റ് പേജ് ആണ് നമ്മൾ കവർ ചെയ്തത്. അടുത്തത് നമുക്ക് എടുക്കാനുള്ള ആക്ച്വലി ലാസ്റ്റ് ടൈമില് അൺമ്യൂട്ട് ആക്കി നിങ്ങൾക്കുള്ള ഒരു റെസ്പോണ്ടും കൂടിയും അറിയേണ്ട ഒരു കാര്യം ഉള്ളതാണ്. അപ്പൊ ഓക്കെ, അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. എന്തെങ്കിലൊക്കെ ഡൗട്ടുകളോ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. സ്പീഡായിട്ട് തോന്നിയോ? നമുക്ക് ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് മാം. സ്പീഡ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ ഈ വിധം എടുത്തു പോയാൽ മതി അല്ലേ? എല്ലാവർക്കും അഭിപ്രായം പറയാട്ടോ. ഈ രീതി ഫോളോ ചെയ്താൽ മതിയോ? ഓക്കെ, നമുക്ക് എന്തായാലും നമുക്കൊരു മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. ഫസ്റ്റ് ക്ലാസ്സിന്റെ അറ്റൻഡ് ചെയ്യേണ്ട ഇതിനെ ബേസ് ചെയ്തിട്ട് അല്ലെ, നമ്മൾ അറ്റൻഡ് ചെയ്തതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഞങ്ങൾ ക്വസ്റ്റ്യൻസ് തരുന്നത്. അപ്പൊ ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ് ഓരോ ക്ലാസ് കഴിയുമ്പോഴും തരുന്നത് മോക്ക് ടെസ്റ്റ് ആയിട്ട്. നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഓപ്ഷൻസ് ഉണ്ടാവും, ഒരു 4 ഓപ്ഷൻസ് ഉണ്ടാവും. തീർച്ചയായിട്ടും നമുക്ക് അതില് അനുയോജ്യമായിട്ടുള്ള കറക്റ്റ് ഓപ്ഷൻസിനെ ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഓക്കെ, ഫസ്റ്റ്ലി നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ഇത് അല്ലെ, ബുദ്ധിമുട്ട് ഫോളോ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് മാറിക്കോളും. ഓക്കെ, നോട്ട് പരമാവധി എത്രയും പെട്ടെന്ന് ഒപ്പിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പൊ ഞാൻ നോട്ട് ചെയ്ത് പോകേണ്ട ഭാഗങ്ങളൊക്കെ നോട്ട് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ചിലർക്ക് ഇപ്പോൾ നോട്ട് കയ്യിലില്ലാത്തത് കൊണ്ട് തന്നെ അല്ലെ കുറച്ച് ഇങ്ങനെ എഴുതിയിരിക്കേണ്ടതൊക്കെ ആയിട്ട് വരും അല്ലെ, വരുന്നുണ്ടോ? എല്ലാം ബൈഹാർട്ടായിട്ടൊന്നും പഠിക്കേണ്ടതില്ല, പക്ഷെ ചിലതെങ്കിലും ഓർത്ത് വെക്കേണ്ടതുണ്ട്. മോഡലുകളൊക്കെ ഓർത്ത് വെക്കേണ്ടതാണ്. മോഡലുകളുടെ പേരൊക്കെ ടെക്സ്റ്റ് ഇല്ലാത്തവരൊന്ന് നോട്ട് ചെയ്ത് പോവുക. ഓരോ മോഡലിലും എന്തിനാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് പോവുക. സെലക്ഷൻ, അപ്രൈസൽ, ഡെവലപ്മെന്റ് ആൻഡ് റിവാർഡ്സ്. അവാർഡ് മോഡലാണെങ്കിൽ അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന വർഷവും അതിന്റെ ലീഡറിന്റെ പേര് അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. അതേമാതിരി തന്നെ അതിലെ സിഗ്നിഫിക്കന്റ് കമ്പോണൻസ് ഒന്ന് നോട്ട് ചെയ്യുക. ഓർത്ത് വെച്ച് വെച്ചാൽ മതി ഇതെന്താണെന്നുള്ളത്. അല്ലാതെ ഇതിപ്പോ സിറ്റുവേഷൻ ഫാക്ടേഴ്സ് എന്താണെന്നുള്ള രീതിയിലൊന്നും ചോദ്യങ്ങൾ ചോദിക്കില്ല. ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതെല്ലാം ഷെയർ ചെയ്തത്.
ഹ്യൂമൻ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് വന്ന് അല്ലെ പാനലിന്റെ HR ഇപ്പോഴും അബ്രിവേഷൻ പൊതുവെ നമ്മളുടെ ഇതിൽ ചോദിച്ചു കാണാറുള്ളതാണ്. അതൊക്കെ നമുക്കറിയാവുന്നതാണ് എന്താണ് HR എന്നുള്ളത്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞിരിക്കേണ്ടതാണ്. വൈഡ് ആയിട്ടുള്ള ആസ്പെക്ട് എന്ന് ഇതെന്ന് പറയാൻ കാരണം എന്തോട്ടാ ഒരുപാട് കാര്യങ്ങൾ അതിൽ കൈകാര്യം ചെയ്തു പോകുന്നുണ്ട് അല്ലെ. പ്ലാനിങ്, റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, പ്ലേസ്മെന്റ്, ട്രാൻസ്ഫർ, പ്രൊമോഷൻ, ട്രെയിനിങ് ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ ചെയ്തു പോകുന്നത് കൊണ്ടാണ് ഇതൊരു വൈഡ് സ്കോപ്പായിട്ട് വിശേഷിപ്പിക്കുന്നത്. ഞാൻ അധികമായിട്ട് എടുക്കുന്നില്ല, കാരണം ടെസ്റ്റ് മോഡൽ, ഭാവിക് മോഡലൊക്കെ നമുക്ക് നെക്സ്റ്റ് ഡേയിൽ കണ്ടിന്യൂ ചെയ്യാം. സ്റ്റാർട്ടിംഗ് ഡേ ആയതുകൊണ്ട് എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തത് കൊണ്ടുമാണ് എടുത്തത്. എങ്കിലും നെക്സ്റ്റ് ഡേ തുടങ്ങിയൊരു 1.5 പേജെങ്കിലും നമുക്ക് കവർ ചെയ്ത് പോകണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ശ്രമിക്കാം. കുറച്ചും കൂടിയും കഴിയുമ്പോൾ നമ്മൾ 2-2.5 പേജൊക്കെ ആയിട്ട് കവർ ചെയ്ത് പോകും. ഓക്കെ, നമ്മൾ എല്ലാവരും ഒരേപോലെ തന്നെ അത് ക്യാച്ച് ചെയ്ത് പോകണം. സ്റ്റാർട്ടിങ് മാത്രം ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. പിന്നെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആയതുകൊണ്ട് എല്ലാം അല്ലെ ഷോർട്ട് ആയിട്ടാണ് കൊടുത്തത്. സോ നെക്സ്റ്റ് തുടങ്ങി നമുക്ക് അത്ര ഇച്ചിരി കൂടി സ്പീഡിൽ പോകാൻ സാധിക്കും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകള്? നോട്ട് ചെയ്യേണ്ട പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്തോ? മാം, എനിക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ചിലത് കേൾക്കാൻ പറ്റത്തില്ല. അപ്പോ യൂണിവേഴ്സിറ്റിയുടെ നെയിമും ആ ലീഡറിന്റെ നെയിമും ഒന്ന് പറയാമോ മാം? യൂണിവേഴ്സിറ്റിയുടെ നെയിം ഹവാർഡ് മോഡൽ തന്നെയാണ്. ഹവാർഡ് യൂണിവേഴ്സിറ്റിയാണ്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ആ പേരിനോട് ചേർന്ന് തന്നെയുള്ള യൂണിവേഴ്സിറ്റിയാണ്. ഇതേപോലെ 1984 അല്ലേ? ആ ലീഡർ 1984 ആണ്. ലീഡറിന്റെ പേര് മിഖായേൽ ബിയർ ആണ്. മിഖായേൽ ബിയർ. ഓക്കെ മാം. ഓക്കെ, ആ രണ്ട് മോഡൽസിന്റെ ഹെഡ്ലൈനും കൂടി ഒന്ന് പറയാമോ? ഫസ്റ്റ് മോഡലിന്റെ ഹെഡ്ലൈൻ ഇപ്പൊ മാം പറഞ്ഞ യൂണിവേഴ്സിറ്റിയുടെ നെയിം തന്നെയല്ലേ? സെക്കൻഡ് ഒന്ന് പറയാമോ? ബാക്കി ഗസ്റ്റ് മോഡൽ, then fourth one the Warwick model. The ഗസ്റ്റ് മോഡല് ക്ലിയർ ആവുന്നില്ല, കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്റെ ക്ലാസ് എന്തായാലും റെക്കോർഡഡ് ആയിട്ട് കേൾക്കാൻ സാധിക്കും. എപ്പോഴെങ്കിലും റെക്കോർഡഡ് ക്ലാസ് കാണേണ്ടതുണ്ടെങ്കിൽ കാണാൻ സാധിക്കും. നെറ്റ് ഓക്കെ ആവുന്ന ടൈമിലൊക്കെ അത് യൂസ് ചെയ്ത് പോവാം. ഓക്കെ, എന്തായാലും തേർഡ് മോഡൽ പറയുന്നത് ദ ഗസ്റ്റ് മോഡൽ, GUEST ഗസ്റ്റ് മോഡല്. then fourth one the Warwick മോഡൽ. ഇപ്പം മാം രണ്ട് മോഡലല്ലേ പഠിപ്പിച്ചിട്ടുള്ളൂ? അതിന്റെ ഔട്ട്ലൈൻസ് ആയിട്ടല്ലേ പഠിപ്പിച്ചത്? മറ്റേ സെക്കൻഡ് മോഡലിന്റെ നെയിം ഒന്ന് പറയാമോ മാം? അതിന്റെ മറ്റേ ഇതൊക്കെയല്ലേ, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റ്, പോളിസി, ഔട്ട്കം, അങ്ങനെ എന്താ മാം? അതെ. സെക്കൻഡ് മോഡലില് കമ്പോണൻസ് അതാണ്. ഫസ്റ്റ് മോഡലിലാണെങ്കിൽ സെലക്ഷൻ, അപ്രൈസൽ, ഡെവലപ്മെന്റ് ആൻഡ് റിവാർഡ്സ്. എനിക്ക് സെക്കൻഡ് മോഡലിലെ ആണെങ്കിൽ സിറ്റുവേഷൻ ഫാക്ടേഴ്സ്, അതായത് നമ്മൾ പറഞ്ഞു ഇന്റേണൽ ഫാക്ടേഴ്സ് ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതാണ്. അതായത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ മാർക്കറ്റ് കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ അറിയണം, ലീഗൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയണം എന്നുള്ളതാണ്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെയുള്ള അവിടെ തൊഴിലുടമയുണ്ട്, എംപ്ലോയി, യൂണിയൻ നേതാക്കള്, മാനേജ്മെന്റ്, അവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരേപോലെ തന്നെ പോകേണ്ടതുണ്ട്. സോ അവരുടെ ഇൻട്രസ്റ്റുകളൊക്കെ പോകാൻ പറ്റുന്ന തരത്തിലായിരിക്കണം. ദെൻ HR പോളിസികൾ, നയങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ ആസൂത്രണം ചെയ്തതായിരിക്കണം. ദെൻ ഔട്ട്കംസ് എന്ന് പറയുമ്പോൾ ഡെവലപ്മെന്റ് അല്ലെ, അവരുടെ സ്കില്ല്, നോളജ് ഡെവലപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ഔട്ട്കംസ് ഒക്കെ ബെറ്റർ ആയിരിക്കണം. ദെൻ ലോങ് ടേം കോൺസിക്വൻസ് എന്ന് പറയുമ്പോൾ ഫ്യൂച്ചറിൽ വരാവുന്ന കാര്യങ്ങൾ, ചലഞ്ചസിന് അതിനെയും കൂടി ഫേസ് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളായിരിക്കണം അറേഞ്ച് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമാണ് ഓർഗനൈസേഷൻ അല്ലെ ഇതെല്ലാം കൈകാര്യം ചെയ്ത് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. താങ്ക് യു മാം. എനിക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ, മാം പറയുന്ന ക്ലിയർ, പക്ഷെ എന്റെ ഇവിടെ നെറ്റ്വർക്ക് കട്ടായി പോകും, ഇടയ്ക്കിടയ്ക്ക് കേൾക്കാൻ പറ്റാതെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ഡേയിൽ കാണാം. ഓക്കെ, താങ്ക് യു. Thank you, ma'am.